നമസ്കാരം. സഹാര എക്സ്പ്രസിലേക്ക് ഏവർക്കും സ്വാഗതം. ഡിഗ്രി പ്രിലിംസ് ആൻഡ് മെയിൻസ് എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള PSC ക്ലാസ്സുകളാണ് നമ്മൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട ഒട്ടനേകം ഫാക്റ്റുകൾ പഠിച്ചു. അവയെ ബന്ധപ്പെട്ട ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ നമ്മുടെ IMC തീർന്നിട്ടില്ല. ഒരുപാട് ചോദ്യങ്ങൾ മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഇനിയും പല രീതിയിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ് നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലെങ്കിൽ ഫോർമേഷൻ ഓഫ് INC എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക്. നമുക്കതിൻ്റെ നേരെ ബാക്കി ക്ലാസ്സിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. നമുക്ക് ഇമ്പോർട്ടൻ്റ് ഈ സെക്ഷൻ ആൻഡ് ഈവൻസ് INCയിൽ നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട സമ്മേളനങ്ങളും പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങളുമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. ഡിഗ്രി എക്സാമിന് തയ്യാറെടുക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് ഏത് രീതിയിൽ ചോദ്യങ്ങൾ ചോദിച്ചാലും അത് എഴുതാൻ പറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ ആ ചോദ്യത്തെ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും എല്ലാ വിവരങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ ക്ലാസ് ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ 1885 INC തുടങ്ങിയത് മുതലുള്ള ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ സംഭവ വികാസങ്ങളും നമ്മളിവിടെ പറയുന്നുണ്ട്. പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. എങ്ങനെയാണ് ഫോം ചെയ്ത് വന്നത് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഈ ഒരു ഭാഗം നിങ്ങൾ നന്നായി ശ്രദ്ധാപൂർവ്വം പഠിച്ചിരിക്കുക. കാര്യം ഇതിനകത്ത് നിന്നായിരിക്കും ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറിപ്പോകാനൊക്കെ സാധ്യതയുള്ള കുറച്ചധികം വർഷങ്ങളൊക്കെ ഉള്ളൊരു കാര്യമാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ വേണം ക്ലാസ് കാണാനായിട്ട്. ഓക്കെ, ശരി, നമുക്ക് നോക്കുക. 1885 പ്രത്യേകത നമുക്കറിയാം. ഇവിടെ ഞാൻ ഒന്നും കൂടുതലായിട്ട് പറയുന്നില്ല, എല്ലാ പോയിന്റ്സും നമ്മൾ പഠിച്ചതാണ്. എവിടെയാണ് 1885 സമ്മേളനം നടന്നതെന്ന് ചോദിച്ചാൽ ബോംബെയിലെ ഗോകുൽദാൽ തേജ്പാൽ സംസ്കൃത കോളേജിലാണ്. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ക്ലാസ് കണ്ട് എക്സാമൊക്കെ എഴുതിയ ആളുകൾക്ക് ഈസി ആയിട്ട് ഇതറിയാം. ഇതിൻ്റെ പ്രസിഡന്റ് ആയിരുന്നു WC ബാനർജി. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ച പ്രത്യേകതകളാണ്. WC ബാനർജി ആയിരുന്നു എന്താന്ന് പറയുന്നത് ആദ്യത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. ഇദ്ദേഹമാണ് INCയുടെ 2 തവണ ആദ്യമായിട്ട് എന്താകുന്നത് പ്രസിഡന്റ് ആകുന്നത് 1885 പിന്നെ അദ്ദേഹം പ്രസിഡന്റായ അടുത്തൊരു വർഷം 1892 അപ്പോൾ 1885 1885 1892 INC പ്രസിഡന്റ് ആകുന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് WC ബാനർജി എന്ന് പറയുന്നത്. ഇറ്റ് വാസ് ദ വെരി ഫസ്റ്റ് സെക്ഷൻ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സെക്ഷനായിരുന്നു, നമ്മൾ പഠിച്ചതാണ്. എത്ര ആളുകൾ ആദ്യ സെക്ഷനിൽ പങ്കെടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 72 മെമ്പേഴ്സ് അറ്റൻഡഡ്. 72 ആളുകളാണ് ഈ ഫസ്റ്റ് സെക്ഷനിൽ പങ്കെടുത്തത്. നമ്മൾ പഠിച്ച പോയിന്റുകളാണൊക്കെ ഈസി ആയിട്ട് നമുക്ക് ഓർത്ത് വയ്ക്കാൻ പറ്റും. ഓക്കെ, 1885 1885 പ്രസിഡന്റ് WC ബാനർജിയാണ്, ഉമേഷ് ചന്ദ്ര ബാനർജിയാണ്. ഹി ബിക്കം ദ പ്രസിഡന്റ് ടോയ്സ്, 2 തവണ പ്രസിഡന്റ് ആയിട്ടുണ്ട്. ഏതൊക്കെ വർഷം എന്ന് ചോദിച്ചാൽ 1885 1892 ആദ്യത്തെ സെക്ഷനാണ്. പങ്കെടുത്ത ആളുകളുടെ എണ്ണം 72 ആണ്. നടന്ന വെന്യൂ എന്ന് പറയുന്നത് ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജ്, ബോംബെ. ഓക്കെയാണ്. ഇത് നമ്മൾ പഠിച്ചത് കൊണ്ടാണ് ഞാൻ കൂടുതലൊന്നും പറയാത്തത്. ഇതിൻ്റെ സെക്രട്ടറി ആയിരുന്ന വ്യക്തി A.O. ഹ്യൂമ, ഇത് നമ്മൾ പഠിച്ചതാണല്ലേ. ദ ഫസ്റ്റ് റെസൊല്യൂഷൻ വാസ് പാസ്ഡ് ബൈ G. സുബ്രഹ്മണ്യ അയ്യർ. 1885 സമ്മേളനത്തിൽ ആദ്യമായിട്ടൊരു പ്രമേയം അവതരിപ്പിച്ച വ്യക്തിയാണ് G. സുബ്രഹ്മണ്യ അയ്യർ എന്ന് പറയുന്നത്. ഈ പോയിന്റ് പഠിച്ച പോയിന്റാണ്. സോ നമ്മൾ നേരെ അടുത്ത സമ്മേളനത്തിലേക്ക് പോകുന്നു. 1886 1886 നമ്മൾ ഓർഡറിലാണ്, ഓരോ വർഷ കണക്കായിട്ടാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് പറയുന്നത്. അപ്പോൾ വർഷം കറക്റ്റായിട്ട് ഓർത്ത് വച്ചിരിക്കുക. ഒരു 5-6 സെക്ഷൻ കഴിയുമ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും സ്വാഭാവികമായിട്ട്. അപ്പോൾ അങ്ങനെ പോവാതിരിക്കണമെന്നുണ്ടെങ്കിൽ അത്രത്തോളം ഫോക്കസ്ഡ് ആയിട്ട് വേണം നിങ്ങൾ ക്ലാസ്സിലിരിക്കാൻ. ഓക്കെ, 1886 കൊൽക്കത്ത സെക്ഷൻ നടന്നത് പ്രസിഡൻസി ഹാൾ കൊൽക്കത്തയിൽ വെച്ചിട്ടാണ്. അപ്പോൾ വെന്യൂ എന്ന് പറയുന്നത് കൊൽക്കത്തയാണ്. അപ്പോൾ നമ്മളോട് ചോദിക്കും 1886 INC സെക്ഷൻ്റെ വെന്യൂ ഏതെന്ന് ചോദിച്ചാൽ അത് കൊൽക്കത്തയാണ്. പ്രസിഡന്റായിരുന്ന വ്യക്തി ദാദാഭായ് നവറോജി ആയിരുന്നു 1886 INC പ്രസിഡന്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ സ്പെഷ്യാലിറ്റീസ് എന്ന് പറയുന്നത് ഒന്ന്, ദാദാഭായ് നവറോജി ഇതിൻ്റെ പ്രസിഡൻ്റായി എന്നുള്ളതാണ്. ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത, ഈ സെക്ഷൻ്റെ പ്രത്യേകതയല്ല, ദാദാഭായ് നവറോജി ബിക്കം ദ ഫസ്റ്റ് പേഴ്സൺ ടു ബി ദ പ്രസിഡന്റ് ഓഫ് 3 ടൈംസ്. ആദ്യമായി
3 തവണ INC പ്രസിഡന്റായ വ്യക്തിയാണ് ദാദാഭായ് നവറോജി. ഏതൊക്കെ വർഷമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് 1886 1886, പിന്നെ 1892 1893, പിന്നെയോ 1906. ഈ 3 വർഷങ്ങളിലും INC പ്രസിഡന്റായ വ്യക്തി ദാദാഭായ് നവറോജിയാണ്. അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കുന്ന ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ദാദാഭായ് നവറോജി ബിക്കം ദ ഫസ്റ്റ് പേഴ്സൺ ടു ബി ദ പ്രസിഡന്റ് ഓഫ് 3 ടൈംസ്. നമ്മൾ ഓൾറെഡി പഠിച്ച പോയിന്റാണ്. 3 തവണ പ്രസിഡന്റായ വ്യക്തിയാണ് ദാദാഭായ് എന്ന്. നമ്മൾ ഓർത്ത് വയ്ക്കേണ്ടത് സമ്മേളനം നടന്ന വർഷം 1886, വെന്യൂ കൽക്കത്ത പ്രസിഡൻസി ഹാളാണ്. ഓക്കെ, കൽക്കത്ത എന്ന് മാത്രം ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഇനി ഇദ്ദേഹത്തെ അറിയപ്പെടുന്ന പേരാണ് ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ദാദാഭായ് നവറോജി. എങ്കിൽ കേരളത്തിൻ്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ പറയണം, അത് ബാരിസ്റ്റർ GP പിള്ളയാണ്. കേരളത്തിൻ്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ബാരിസ്റ്റർ GP പിള്ള. ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ദാദാഭായ് നവറോജി. അപ്പോൾ ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ദാദാഭായ് നവറോജിയാണ്. എങ്കിൽ ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് കേരള എന്നറിയപ്പെടുന്ന വ്യക്തി KP കേശവ മേനോനാണ്. അറിഞ്ഞു വെച്ചിരുന്നാൽ മതി, KP കേശവ മേനോനാണ് ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് കേരള എന്ന് പറയുന്ന വ്യക്തി. ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ ആരാണ്? ദാദാഭായ് നവറോജിയാണ്. നോക്കുക, ഹി വാസ് ദ ഫസ്റ്റ് പാഴ്സി ടു ബിക്കം ദ പ്രസിഡന്റ് ഓഫ് INC പ്രസിഡന്റായ ആദ്യത്തെ പാഴ്സി മതക്കാരനാണ് ആരെന്ന് പറയുന്നത്? ദാദാഭായ് നവറോജി എന്ന് പറയുന്നത്. അപ്പോൾ 1886 രണ്ടാമത് നടന്ന കൽക്കത്ത സെക്ഷൻ്റെ പ്രത്യേകതകളാണ് നമ്മൾ ഈ പഠിക്കുന്നത്. അടുത്തത് ലാർജ് സ്കെയിൽ പാർട്ടിസിപ്പേഷൻ ഓഫ് ഡെലിഗേറ്റ്സ്. അതായത് ആദ്യ സമ്മേളനത്തെ വെച്ച് നോക്കുമ്പോൾ പാർട്ടിസിപ്പേറ്റുകളുടെ എണ്ണം ഒരുപാട് കൂടുതലായിരുന്നു. ഏകദേശം 434 അംഗങ്ങളാണ് എന്ത് ചെയ്തത്? രണ്ടാമത്തെ INC സമ്മേളനത്തിൽ പങ്കെടുത്തത്. ഓക്കെ അല്ലേ? കുഞ്ഞു പോയിന്റുകളാണ് പറഞ്ഞ. 1886 കൽക്കത്ത സെക്ഷൻ പ്രസിഡന്റ് ദാദാഭായ് നവറോജി. അദ്ദേഹത്തിൻ്റെ പ്രത്യേകതകൾ: അദ്ദേഹം 3 തവണ INC പ്രസിഡന്റ് ആയിട്ടുണ്ട്. 86 93 1906 ഇദ്ദേഹത്തെ ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നുണ്ട്. അതുപോലെ ഇദ്ദേഹമാണ് ആദ്യമായി INC പ്രസിഡന്റായ പാഴ്സി മതക്കാരൻ പറയുന്നത്. ഈ രണ്ടാമത്തെ സമ്മേളനത്തിൽ പങ്കെടുത്ത ആളുകളുടെ എണ്ണം 434. അടുത്ത സെക്ഷൻ 1887, മൂന്നാമത്തെ INC സെക്ഷൻ. ഇതിൻ്റെ വെന്യൂ എന്ന് പറയുന്നത് മദ്രാസ് ആണ്. മദ്രാസ് ആയിരുന്നു 1887 INC സെക്ഷൻ്റെ വെന്യൂ എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രസിഡന്റായിരുന്ന വ്യക്തിയാണ് ബദറുദ്ദീൻ ദിയാബ്ജി. ആദ്യത്തെ സെക്ഷനുകൾ വളരെ എളുപ്പമായിരിക്കും, നമുക്ക് എല്ലാ പോയിന്റുകളും അറിയാവുന്നതാണ്. ഇനി അങ്ങോട്ട് ശ്രദ്ധിക്കുക, ബദറുദ്ദീൻ ദിയാബ്ജിയുടെ ഒരു സ്പെഷ്യാലിറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? ഇദ്ദേഹമാണ് ഫസ്റ്റ് മുസ്ലിം പ്രസിഡന്റ്. ബദറുദ്ദീൻ ദിയാബ്ജി വാസ് ദ ഫസ്റ്റ് മുസ്ലിം പ്രസിഡന്റ് ഓഫ് INCയുടെ ആദ്യത്തെ മുസ്ലിം പ്രസിഡന്റ് ആര് എന്ന് ചോദിച്ചാൽ പറയുക, അത് ബദറുദ്ദീൻ ദിയാബ്ജിയാണ്. നമ്മൾ പഠിച്ച പോയിന്റാ. അടുത്തത്, ദിസ് വാസ് ദ ഫസ്റ്റ് കോൺഫറൻസ് ഹെൽഡ് ഇൻ സൗത്ത് ഇന്ത്യ. ഓർത്ത് വയ്ക്കുക, സൗത്ത് ഇന്ത്യയിൽ വെച്ച് നടന്ന ആദ്യത്തെ INC സമ്മേളനമാണ് 1887 INC സമ്മേളനം എന്ന് പറയുന്നത്. ഫസ്റ്റ് കോൺഫറൻസ് ഹെൽഡ് ഇൻ സൗത്ത് ഇന്ത്യ. സൗത്ത് ഇന്ത്യയിൽ നടന്ന ആദ്യ INC സമ്മേളനം 1887 സമ്മേളനമായിരുന്നു. ആദ്യ സമ്മേളനം നടന്നത് ബോംബെ, പിന്നെ കൽക്കത്ത. മൂന്നാമത്തെ സമ്മേളനം ഇവിടെ നടക്കുന്നു? സൗത്ത് ഇന്ത്യയിൽ വെച്ച് നടക്കുന്നു. അത് മദ്രാസ് ആയിരുന്നു അതിൻ്റെ വേദി എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? പോയിന്റുകൾ ക്ലിയർ അല്ലേ? ആണോ? അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ ആദ്യം പഠിച്ചു വരുമ്പോൾ നമ്മൾ കേട്ടിട്ടുള്ള പോയിന്റുകളായിരിക്കും. അപ്പോൾ നമ്മൾ വളരെ എളുപ്പമാണെന്ന് പറഞ്ഞിരിക്കും. എളുപ്പം തന്നെയാണ്, പക്ഷേ കുറേ കഴിയുമ്പോൾ നമുക്കിത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. അപ്പോൾ അങ്ങനെ മാറിപ്പോവാണ്ട് വേണം നമ്മൾ പഠിച്ചു പോകാനായിട്ട്. ഓക്കെ, ബാക്കി നോക്കുക. ഇതിൽ പങ്കെടുത്ത ആളുകളുടെ എണ്ണം 607 മെമ്പേഴ്സാണ്. നമ്മൾ ഡിഗ്രി ലെവൽ എക്സാം ഫോക്കസ് ചെയ്ത് പഠിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഈ പങ്കെടുത്ത ആളുകളുടെ എണ്ണമൊക്കെ നമ്മൾ പഠിക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ, സാധാരണഗതിയിൽ ഒരു PSC എക്സാമിനെ സംബന്ധിച്ചിടത്തോളം അതത്ര റെലവൻ്റ് അല്ല. പക്ഷേ നിലവിലത്തെ സാഹചര്യം അനുസരിച്ചുകൊണ്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യനായിട്ടോ അല്ലെങ്കിൽ നമ്മളെ തെറ്റിക്കാൻ പറ്റുന്ന ഒരു ട്രൂ ഓർ ഫോൾ ആയിട്ടോ ഒക്കെ എടുത്തത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. താഴെ തന്നിരിക്കുന്ന ഫീച്ചേഴ്സ് ഏത് INC സെക്ഷൻ്റേതാണ്, അല്ലെങ്കിൽ ആ ഫീച്ചേഴ്സുമായി ബന്ധപ്പെട്ട INC പ്രസിഡന്റ് ആരായിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിക്കാം. സോ ഇതിനകത്തൊന്നും നമുക്ക് കളയാനില്ല, എല്ലാം പഠിച്ചേ പറ്റൂ. ഓക്കെ ആണേ? അടുത്ത് നമ്മൾ നേരെ പോകുന്നു. അടുത്ത സെക്ഷൻ 1888 1888. 1888 INC സമ്മേളനം നടന്നത് അലഹബാദിലാണ്. വെന്യൂ കൃത്യമായി പഠിക്കുക. നമ്മൾ പഠിക്കുന്ന 4ാമത്തെ സെക്ഷനാണിത്. 85 86 87 88.
ഓക്കെ, വെന്യൂ അലഹാബാദിലാണ്. ഇതിൻ്റെ പ്രസിഡന്റ് ജോർജ് യൂള്. ആദ്യത്തെ പ്രത്യേകത നിങ്ങൾ പറയും, പറഞ്ഞേ, ഉറച്ചു പറഞ്ഞേ. യെസ്, എന്താണ്? ജോർജ് യൂൾ വാസ് ദ ഫസ്റ്റ് ഫോറിൻ ടു ബിക്കം INC പ്രസിഡന്റ്. ഫസ്റ്റ് ഫോറിനാണ്, നമ്മൾ ഇതും പഠിച്ച പോയിന്റാണ് അല്ലേ. INC പ്രസിഡന്റായ ആദ്യത്തെ ഫോറിനാണ് ആരെന്ന് പറയുന്നത്? ജോർജ് യൂൾ എന്ന് പറയുന്ന വ്യക്തി. ഓക്കെയാണ്. അതിനകത്ത് ആ ഒരു ഫീച്ചർ മാത്രമേ പഠിക്കാനുള്ളൂ. അപ്പോൾ നമ്മളതിനകത്ത് ഓർത്ത് വെക്കേണ്ട കാര്യം ഇതിൻ്റെ വെന്യൂ അലഹാബാദാണ്. ജോർജ് യൂൾ പ്രസിഡന്റ് ആയത് ഏത് സമ്മേളനത്തിലാണ് എന്ന് പറഞ്ഞ് ചോദിക്കാം. അപ്പോൾ പറയേണ്ടത് അലഹാബാദാണ്. അല്ലെങ്കിൽ ജോർജ് യൂൾ വാസ് ദ INC പ്രസിഡന്റ് ഇൻ ബോംബെ സമ്മേളനം എന്ന് തന്നിട്ട് ഇത് ട്രൂ ആണോ ഫാളോ ആണോ എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ അത് ഫാളാ, കാര്യം നടന്നത് എവിടെയാ? അലഹാബാദിലാണ്. സോ അങ്ങനെ ഏത് രീതിയിലാണോ ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു സ്പെഷ്യാലിറ്റി മാത്രം നിങ്ങൾ പഠിച്ചു വെച്ചിരുന്നാൽ മതി. 1888 അലഹാബാദ്, പ്രസിഡന്റ് ജോർജ് യൂൾ. ഫീച്ചർ നമുക്കറിയാം എന്താണ്, അദ്ദേഹമാണ് ഫസ്റ്റ് ഫോറിൻ എന്ന് പറയും. നമ്മൾ ഫോറിൻ പ്രസിഡൻസ് ലിസ്റ്റായിട്ട് പഠിച്ചതാണ്. ഓക്കെ, അടുത്തത് 5-മത്തത് 1889. 1889 INC സമ്മേളനം നടന്നത് ബോംബെ, മഹാരാഷ്ട്രയിലെ ബോംബെ ആയിരുന്നു. അതിൻ്റെ വേദി എന്ന് പറയുന്നത് 1889. ഇതിൻ്റെ പ്രസിഡന്റ് ആയിരുന്ന വ്യക്തി വില്യം ബെഡർബാൻ. ഇപ്പോൾ അടുത്ത രണ്ടാമത്തെ ഫീച്ചേഴ്സ് നിങ്ങളുടെ മനസ്സിലേക്ക് ഓടിയെത്തിക്കാണും. വില്യം ബെഡർബാൻ ആണ് ആരെന്ന് പറയുന്നത്? ഹി വാസ് ദ സെക്കൻഡ് ഫോറിൻ. സെക്കൻഡ് ഫോറിൻ ടു ബിക്കം ദ INC പ്രസിഡന്റ്. INC പ്രസിഡന്റ് ആകുന്ന രണ്ടാമത്തെ വിദേശിയാണ് വില്യം ബെഡർബാൻ. ഇദ്ദേഹത്തിൻ്റെ മറ്റു പ്രത്യേകതകൾ നമ്മൾ പഠിച്ചതാണ്. ഇദ്ദേഹത്തിന് സേഫ്റ്റി വാൽവ് തിയറിയുമായിട്ടുള്ള ബന്ധം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തതാണ്. ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കുക 1888 ആദ്യമായിട്ട് വില്യം ബെഡർബാൻ INC പ്രസിഡന്റ് ആകുന്നത്. അത് ഏത് സമ്മേളനത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബോംബെ സമ്മേളനമാണ്. ഓക്കെ, മറ്റൊരു പ്രത്യേകത, ഹി വാസ് ദ ഫസ്റ്റ് ഫോറിൻ to be president for 2 terms. ഫസ്റ്റ് ഫോറിൻ, 2 തവണ INC പ്രസിഡന്റ് ആകുന്ന ആദ്യ വിദേശി. ശ്രദ്ധിക്കുക, 2 തവണ INC പ്രസിഡന്റ് ആകുന്ന ആദ്യ വ്യക്തി എന്നല്ല ചോദ്യം. 2 തവണ INC പ്രസിഡന്റ് ആകുന്ന ഫസ്റ്റ് ഫോറിൻ. He was the first foreign to be the president of for 2 terms. ഇത് വളരെ ക്ലിയർ ആയിട്ട് ഇത് പഠിക്കുക. കാര്യം ഇതെടുത്ത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തിരിച്ചു മറിച്ചൊക്കെ ചോദിക്കും. 2 തവണ INC പ്രസിഡന്റ് ആയ വ്യക്തി ആര്? വില്യം ബെഡർബാൻ. അപ്പോൾ നമ്മൾ പഠിച്ചു 1889 1910. അപ്പോൾ അദ്ദേഹം ആദ്യ ഫോറിനാണ്. ദാദാഭായ് നവറോജി 3 തവണ ആയിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വർഷങ്ങൾ പഠിക്കുക. 1889 നമ്മൾ പഠിച്ച ബോംബെ സെക്ഷൻ, പിന്നെ 1910 ഇദ്ദേഹം എന്താകുന്നുണ്ട്? INCയുടെ പ്രസിഡന്റ് ആകുന്നു. അടുത്തൊരു നല്ല പോയിന്റ് ആണ്, പഠിച്ചു വയ്ക്കുക. ബയോഗ്രഫി ഓഫ് കോൺഗ്രസ് ഫൗണ്ടർ A.O. ഹ്യൂം വാസ് റിട്ടൺ ബൈ വില്യം ബെഡർബാൻ. നമ്മൾ പഠിച്ചു നമ്മുടെ A.O. ഹ്യൂം എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരനാണ് എന്ത് ചെയ്തത്? നമ്മുടെ INC ഫോം ചെയ്തത്. അപ്പോൾ ഈ INCയുടെ ഫൗണ്ടറായ A.O. ഹ്യൂമിൻ്റെ ബയോഗ്രഫി അത് എഴുതിയ വ്യക്തിയാണ് ഈ വില്യം ബെഡർബാൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബയോഗ്രഫി ഓഫ് കോൺഗ്രസ് ഫൗണ്ടർ A.O. ഹ്യൂമിൻ്റെ ബയോഗ്രഫി എഴുതിയ വ്യക്തിയാണ് വില്യം ബെഡർബാൻ എന്ന് പറയുന്നത്. കൂടാതെ ദ ഫസ്റ്റ് കോൺഫറൻസ് അറ്റൻഡഡ് ബൈ വുമൺ, സ്ത്രീകൾ പങ്കെടുത്ത ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനം 1889 ബോംബെ സമ്മേളനമായിരുന്നു. സ്ത്രീകൾ പങ്കെടുത്ത ആദ്യ INC സമ്മേളനം എന്ന് പറയുന്നത് ദ ഫസ്റ്റ് കോൺഫറൻസ് അറ്റൻഡഡ് ബൈ വുമൺ. സ്ത്രീകൾ പങ്കെടുത്ത ആദ്യ സമ്മേളനത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു വില്യം ബെഡർബാൻ. ബോംബെ സമ്മേളനം 1889 വിത്ത് അബൌട്ട് 10 വുമൺ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻക്ലൂഡിംഗ് പണ്ഡിത രമാഭായ് ഉൾപ്പെടെ ഏകദേശം 10ഓളം സ്ത്രീകൾ എന്ത് ചെയ്തു? ആദ്യമായി ഒരു INC സെക്ഷനിൽ പങ്കെടുത്തു. അത് 1889 വില്യം ബെഡർബാൻ പ്രസിഡന്റായ ബോംബെ സമ്മേളനമായിരുന്നു എന്നുകൂടി നിങ്ങൾ ഓർത്ത് വയ്ക്കണം. ഓക്കെ, അവിടെ നല്ല 2 പോയിന്റുകളുണ്ട്. ഈ ആദ്യത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാത്തിലും കോമൺ ആയിട്ട് പഠിക്കുന്നതാണ്. ഈ കാര്യങ്ങൾ നമ്മൾ പഠിച്ചതാണ്. ഇവിടെ പറഞ്ഞ 2 പോയിന്റുകൾ, A.O. ഹ്യൂമിൻ്റെ ബയോഗ്രഫി എഴുതിയത് വില്യം ബെഡർബാൻ ആണെന്ന് പഠിക്കുക. ആദ്യമായി സ്ത്രീകൾ പങ്കെടുത്ത INC സമ്മേളനം എന്ന് പറയുന്നത് 1889 ബോംബെ സമ്മേളനമാണെന്ന് പറയുക. ഓക്കെ ആണേ ഈ പോയിന്റുകളൊക്കെ ക്ലിയർ അല്ലേ? അടുത്ത് നമ്മൾ പോകുന്നു 1890 1890 INC സമ്മേളനം. അതിൻ്റെ വേദി കൊൽക്കത്തയാണ്.
1890 വേദി കൊൽക്കത്തയാണ്. എന്താണ് 1890 കൊൽക്കത്ത സമ്മേളനത്തിൻ്റെ പ്രത്യേകതകൾ നോക്കുക. ഇതിൻ്റെ പ്രസിഡൻ്റായിരുന്ന വ്യക്തിയാണ് ഫിറോസ് ഷാ മേത്ത. നമ്മൾ 1885 തുടങ്ങി 1890 വരെ എത്തി. 1890 INC സമ്മേളനത്തിൻ്റെ പ്രസിഡന്റ് ഫിറോസ് ഷാ മേത്ത. ഓക്കെയാണേ. ഇതിൻ്റെ ഫീച്ചേഴ്സ്, ഹി വാസ് ദ സെക്കൻഡ് പാഴ്സി. അപ്പോൾ ഫസ്റ്റ് പാഴ്സി ആരായിരുന്നു ഒന്ന് പറഞ്ഞേ. അതെ, ദാദാഭായ് നവറോജിയാണ് സെക്കൻഡ് പാഴ്സി പ്രസിഡന്റ് ഓഫ് INCയുടെ പ്രസിഡന്റ് ആകുന്ന രണ്ടാമത്തെ പാഴ്സി മതക്കാരനാണ് ആരെന്ന് പറയുന്നത് ഫിറോസ് ഷാ മേത്ത എന്ന് പറയുന്നത്. ഫോർ ദ ഫസ്റ്റ് ടൈം എ വുമൺ അഡ്രസ് ആൻഡ് സ്പോക്ക് ടു കോൺഗ്രസ്. ആദ്യമായി ഒരു സ്ത്രീ കോൺഗ്രസിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് ഫിറോസ് ഷാ മേത്ത പ്രസിഡന്റായ 1890 കൊൽക്കത്ത സെക്ഷനാണ്. ആ സംസാരിച്ച സ്ത്രീയുടെ പേര് നമുക്കറിയാം, കാദംബനി ഗാംഗുലി. ഈ പണ്ഡിത രമാഭായിയെ പറ്റിയും കാദംബനി ഗാംഗുലിയെ പറ്റിയും മുൻ ക്ലാസ്സുകളിൽ നമ്മൾ ചർച്ച ചെയ്തതാണ്. എന്നാൽ ഇത് ആദ്യമായി എപ്പോഴാണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1890 കൊൽക്കത്ത സമ്മേളനത്തിലാണ് ആദ്യമായി ഒരു സ്ത്രീ കോൺഗ്രസിനെ അഡ്രസ് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത്. ആ സംസാരിച്ച സ്ത്രീയുടെ പേരാണ് കാദംബനി ഗാംഗുലി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആദ്യമായി സ്ത്രീകൾ പങ്കെടുത്ത കോൺഗ്രസ് സമ്മേളനം ഏതായിരുന്നു? പറഞ്ഞേ. 1889 ഏത് സമ്മേളനം? മുംബൈ സമ്മേളനം. ഓക്കെ. ആരായിരുന്നു അതിൻ്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത്? ബോംബെ സമ്മേളനത്തിൻ്റെ പ്രസിഡന്റ് വില്യം ബെഡർബാൻ. ഓക്കെ അല്ലേ? ശരി, നോക്കുക. അടുത്ത സെക്ഷനിലേക്ക് പോവുകയാണ്. 1891 വെന്യൂ നാഗ്പൂർ ആണ്. ഇതിൻ്റെ വെന്യൂ എന്ന് പറയുന്നത് നാഗ്പൂറാണ്. 1891 INC സെക്ഷൻ്റെ വെന്യൂ എന്ന് പറയുന്നത് നാഗ്പൂരാണ്. ഓക്കെയാണ്. ഇതുവരെ പഠിച്ച സെക്ഷൻസ് ഒക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടല്ലോ, ഒന്നും മറന്നു പോകരുത് കേട്ടോ. നമ്മൾ ഇങ്ങനെ പോയി ഇതാ നിലവിൽ പ്രസൻറ്റ് വരെ പഠിക്കുന്നതാണ്. അപ്പോൾ 1891 ഇപ്പോഴത്തെ 1891 വെന്യൂ എന്ന് പറയുന്നത് നാഗ്പൂർ സെക്ഷനാണ്. ഇതിൻ്റെ പ്രസിഡൻ്റായിരുന്ന വ്യക്തിയാണ് പി അനന്ത ചാർലു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. പി അനന്ത ചാർലു. 1891 INC പ്രസിഡന്റ് പി അനന്ത ചാർലു ആയിരുന്നു. ഈ സെക്ഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ പി അനന്ത ചാർലുവിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഹി വാസ് ദ ഫസ്റ്റ് സൗത്ത് ഇന്ത്യൻ ടു ബിക്കം ദ പ്രസിഡന്റ് ഓഫ് INC പ്രസിഡന്റ് ആകുന്ന ആദ്യത്തെ സൗത്ത് ഇന്ത്യക്കാരനാണ് പി അനന്ത ചാർലു. അങ്ങനെയാണെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ നടന്ന INC സെക്ഷൻ ഏതായിരുന്നടേ? 1887 സെക്ഷനായിരുന്നു അല്ലേ? ഓക്കെയാണ്. അതെവിടെയാണ് നടന്നത്? മദ്രാസിലാണ്. ഇതാണെങ്കിലോ, ഹി വാസ് ദ ഫസ്റ്റ് സൗത്ത് ഇന്ത്യൻ ടു ബിക്കം ദ പ്രസിഡന്റ് ഓഫ് INC പ്രസിഡന്റ് ആകുന്ന ആദ്യത്തെ സൗത്ത് ഇന്ത്യക്കാരനാണ് പി അനന്ത ചാർലു. 1891 നാഗ്പൂർ സെക്ഷൻ. ഒന്ന് കൂടെ പറഞ്ഞേ. 1890 ഏത് സെക്ഷൻ? പറഞ്ഞേ. മടി പിടിച്ചിരിക്കുന്നവരൊക്കെ പറഞ്ഞേ. നാഗ്പൂർ സെക്ഷൻ. അതിൻ്റെ ഫീച്ചർ എന്താണ്? ഹി വാസ് ദ ഫസ്റ്റ് സൗത്ത് ഇന്ത്യൻ ടു ബിക്കം ദ പ്രസിഡന്റ് ഓഫ് INC. ആരായിരുന്നു ആ വ്യക്തി? പറഞ്ഞിട പിള്ളേരെ, വ്യക്തിയുടെ പേര് പറഞ്ഞേ. SP അനന്ത ചാർലു ആണ് വ്യക്തി. അങ്ങനെയാണെങ്കിൽ ദ വേർഡ് നാഷൻ വാസ് ആഡഡ് ടു ദ ഇന്ത്യൻ കോൺഗ്രസ് ആൻഡ് ഇറ്റ് ദെൻ കം ടു ബി നോൺ ആസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പേരിനോടൊപ്പം നേഷൻ എന്ന് പറയുന്ന വാക്ക്, ദ വേർഡ് നാഷൻ എന്ന് പറയുന്ന വാക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പേരിനോട് ആഡ് ചെയ്ത് അതിനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് വിളിച്ചു തുടങ്ങിയത് 1891 നാഗ്പൂർ സെക്ഷനിലാണ്. ഓക്കെ. 1891 പി അനന്ത ചാർലു അധ്യക്ഷനായ നാഗ്പൂർ സെക്ഷൻ. ആ സെക്ഷനിൽ വച്ചിട്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ നാഷൻ എന്ന് പറയുന്ന വേക്ക് കൂട്ടിച്ചേർത്തത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ നാഷണൽ എന്ന് പറയുന്ന വാക്ക് കൂട്ടിച്ചേർത്ത സമ്മേളനം എന്ന് ചോദിച്ചാൽ പറയുക അത് 1891 INC സെക്ഷനാണ്. ഓക്കെ. 1891 INC സെക്ഷനാണ്. ഓക്കെ ആണോ? മനസ്സിലാകുന്നുണ്ടോ? ഓക്കെ അല്ലേ? ഇത്രയും നേരം പറഞ്ഞ സെക്ഷൻസ് ഒക്കെ ഓർമ്മയുണ്ടോ? നമുക്കൊന്ന് പെട്ടെന്ന് ഓടിച്ച് നോക്കാവേ. 1891 പെട്ടെന്ന് ഓടിച്ച് നോക്കാവേ. കൂടെ പറഞ്ഞോണേ. നമുക്ക് ആദ്യത്തെ ഏതായിരുന്നു? 1885. ഏത് സെക്ഷനാ? 1885 ഏത് സെക്ഷനാ? ബോംബെ സെക്ഷൻ, ഗോകുൽദാസ് തെജ്പാൽ യൂണിവേഴ്സിറ്റി. അതിൻ്റെ ഫീച്ചേഴ്സ് നമുക്കറിയാം. 86 ഏത് സെക്ഷനായി? കൊൽക്കത്ത സെക്ഷൻ. 1886 കൊൽക്കത്ത സെക്ഷൻ പ്രസിഡന്റ് ദാദാഭായ് നവറോജി. ഫീച്ചേഴ്സ് നമുക്ക് അറിയാവുന്നതാണ് അല്ലേ? ഓക്കെയാണ്. അവിടെ പങ്കെടുത്ത ആളുകളുടെ എണ്ണം പഠിച്ചു വയ്ക്കുക.
434 പേരാണ്. 1787 ആയപ്പോഴോ ആരായിരുന്നു? മദ്രാസാണ് സെക്ഷൻ നടന്ന സ്ഥലം. പ്രസിഡന്റിന്റെ പേരെന്താണ്? ബദറുദ്ദീൻ ദിയാബ്ജി. ബാക്കി ഫീച്ചേഴ്സ് നമുക്കറിയാം. ഇവിടെ നമ്മൾ ഓർത്ത് വെക്കേണ്ട കാര്യം ദ ഫസ്റ്റ് കോൺഗ്രസ് ഹെൽഡ് ഇൻ സൗത്ത് ഇന്ത്യ ആണ്. 607 പേരാണ് പങ്കെടുത്തത്. 88 ആരായിരുന്നു INC പ്രസിഡന്റ്? അലഹാബാദ് സെക്ഷൻ ജോർജ് യൂള്, ഫസ്റ്റ് ഫോറിൻ പ്രസിഡന്റ്. ഓക്കെ അല്ലേ? 89 ആണെങ്കിലോ ബോംബെ മഹാരാഷ്ട്ര വില്യം ബെഡർബാൻ, ഇദ്ദേഹമാണ് സെക്കൻഡ് ഫോറിൻ എന്ന് പറയുന്നത്. അതുപോലെ ഫസ്റ്റ് ഫോറിൻ ടു ബിക്കം ടോയ്സ്, 2 തവണ INC പ്രസിഡന്റായ ഫോറിൻ എന്ന് പറയുന്നത് വില്യം ബെഡർ തന്നെയാണ്. ഇദ്ദേഹത്തിന്റെ മറ്റൊരു പ്രത്യേകത, ഹ്യൂമിന്റെ ഓട്ടോബയോഗ്രഫി എഴുതിയ വ്യക്തി ആരാണ്? വില്യം ബെഡർബാൻ ആണ്. ഓക്കെ ആണ് എങ്കിൽ ദ ഫസ്റ്റ് കോൺഗ്രസ് അറ്റൻഡഡ് ബൈ വുമൺ, സ്ത്രീകൾ ആദ്യമേ പങ്കെടുത്ത കോൺഗ്രസ് സമ്മേളനം എന്ന് പറയുന്നത് ഈ പറയുന്ന 89 സെക്ഷനാണ്. പിന്നെ ഏത് പഠിച്ചു? 1890 കൽക്കത്ത സെക്ഷൻ ഫിറോസ് ഷാ മേത്തയാണ്. ഫീച്ചേഴ്സ് നമ്മൾ പഠിച്ചു. ഇതിനകത്താണ് ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത്? ഒരു സ്ത്രീ INC അഡ്രസ് ചെയ്ത് സംസാരിക്കുന്നത്. ആ സ്ത്രീയുടെ പേരാണ് കാദംബലി ഗാംഗുനി. 1891 നാഗ്പൂർ സെക്ഷൻ പി അനന്തചാർലു. ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് സൗത്ത് ഇന്ത്യൻ. ഇതുപോലെ നാഷൻ എന്ന് പറയുന്ന വാക്ക് കൂട്ടിച്ചേർത്തത് 1891 നാഗ്പൂർ സെക്ഷനിലാണ്. ക്ലിയർ അല്ലേ? അടുത്ത് നമ്മൾ പോകുന്നു 1893. 92 പ്രസിഡന്റ് ആരായിരുന്നു എന്ന് ഓർമ്മയുണ്ടോ? 1892 പ്രസിഡന്റ് ആരായിരുന്നു എന്ന് ഓർത്തേ മനസ്സിലേക്ക് വന്നോ? വില്യം ബെഡർബാൻ ആണ്. നോക്കുക, 1893 വെന്യൂ ലാഹോർ. 1893 INC പ്രസിഡന്റ് ആരാ? 3 തവണ പ്രസിഡന്റായ വ്യക്തി ആരാ? പറഞ്ഞേ. എല്ലാവരും പറഞ്ഞു, ദാദാഭായി നവറോജി. പറഞ്ഞില്ലേ? പറഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരി, നോക്കുക. ദ പേഴ്സൺ ഹു ബിക്കം ദ പ്രസിഡന്റ് ഓഫ് ദ കോൺഗ്രസ് വൈൽ ബീങ് എ മെമ്പർ ഓഫ് ബ്രിട്ടീഷ് പാർലമെന്റ്. 1893 ഇദ്ദേഹം INC പ്രസിഡന്റ് ആകുന്ന സമയത്ത് ഇദ്ദേഹം മെമ്പർ ഓഫ് ബ്രിട്ടീഷ് പാർലമെന്റിൽ അംഗമായിരുന്നു. അങ്ങനെ ബ്രിട്ടീഷ് പാർലമെന്റിൽ അംഗമായിരിക്കെ INC പ്രസിഡന്റായ വ്യക്തിയാണ് ദാദാഭായി നവറോജി. അപ്പോൾ ഇദ്ദേഹത്തിന്റെ കുറച്ച് ഫീച്ചേഴ്സ് നമ്മൾ മുമ്പേ പഠിച്ചു. ആദ്യത്തെ പാഴ്സിക്കാരനാണ്, 3 തവണ പ്രസിഡന്റ് ആകുന്ന വ്യക്തിയാണ്. കൂടാതെ ഒരു ഫീച്ചേഴ്സ് കൂടി പഠിക്കുകയാണ്, ഗ്രാൻഡ് ഓൾഡ് മാൻ ആണെന്ന് പഠിച്ചു. പിന്നെ ഇപ്പോൾ പഠിക്കുന്നു ദ പേഴ്സൺ ഹു ബിക്കം ദ പ്രസിഡന്റ് ഓഫ് ദ കോൺഗ്രസ് വൈൽ ബീങ് എ മെമ്പർ ഓഫ് ബ്രിട്ടീഷ് പാർലമെന്റിൽ മെമ്പർ ആയിരിക്കെ INC പ്രസിഡന്റായ വ്യക്തിയാണ് ദാദാഭായി നവറോജി എന്ന് പറയുന്നത്. ഇതാണ് 1893 ലാഹോർ സെക്ഷന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. 1893 ലാഹോർ സെക്ഷൻ, ആ വർഷവും ആ സ്ഥലവും ഒന്ന് മനസ്സിൽ പറഞ്ഞ് ഉറപ്പിച്ചേ. 1893 ഏതാ? പറഞ്ഞേ ലാഹോർ. ശരി. ഞാനീ പറയുമ്പോൾ മാക്സിമം നിങ്ങളത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ് പഠിച്ച് തന്നെ പോവുക. കാര്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ടൊരു ധാരണ ഉണ്ടായി കാണും. ഓരോ സെക്ഷൻസ്, ആ വർഷം നടന്ന പ്രധാനപ്പെട്ട സംഭവങ്ങൾ, പ്രസിഡന്റ്, അപ്പോൾ ഇതെല്ലാം ഒരേ സ്ട്രക്ചറിലാണ് പോകുന്നത്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തിരിഞ്ഞു പോകും. ഇപ്പോൾ തന്നെ അങ്ങോട്ടൊക്കെ മാറുന്നുണ്ടായിരിക്കും. അപ്പോൾ അത് ഒഴിവാക്കണമെങ്കിൽ ഉപേക്ഷ വിചാരിക്കരുത്, കൂടെ പറഞ്ഞ് തന്നെ പഠിച്ചു പോവുക. നോക്കുക, 1894 അടുത്ത സെക്ഷനാണ് പഠിക്കാൻ പോകുന്നത്. വെന്യൂ മദ്രാസ് ആണ്. തമിഴ്നാട്ടിലെ മദ്രാസ് ആണ് വെന്യൂ എന്ന് പറയുന്നത്. പ്രസിഡന്റ് ആൽഫ്രഡ് വെബ്. 1894 ആൽഫ്രഡ് വെബ്. ഒരു ഫീച്ചർ നിങ്ങൾക്ക് അറിയാം, എന്താണ്? ഹി വാസ് ദ തേർഡ് ഫോറിൻ. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ച പോയിന്റാണ്, അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. 3ാമത്തെ ഫോറിൻകാരനാണ് ആരെന്ന് പറയുന്നത്? ആൽഫ്രഡ് വെബ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഓർത്തു വെക്കേണ്ട സാധനം, ഇത് നടന്നത് മദ്രാസ് സെക്ഷനാണെന്ന് മാത്രം ഓർത്തു വെച്ചാൽ മതി. 1894 മദ്രാസ് സെക്ഷൻ. ഈ 94 ആൽഫ്രഡ് വെബ് ആയി എന്നുള്ള കാര്യം നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. 1894 ആൽഫ്രഡ് വെബ് ആയിരുന്നു INCയുടെ പ്രസിഡന്റ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് നടന്ന സ്ഥലം മദ്രാസ് സെക്ഷനാണ്. ഇനി നമ്മൾ അടുത്ത സമ്മേളനത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതുവരെ പഠിച്ചതൊക്കെ ഓർത്തെടുക്കാൻ ശ്രമിക്കണം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓരോന്നും പുറകോട്ട് ചോദിക്കും കേട്ടോ. എല്ലാം കൂടെ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് പോകാനുള്ള സമയം അങ്ങനെ പോയാൽ ക്ലാസ് ഒരുപാട് നീണ്ടുപോകും. സോ ജസ്റ്റ് ഇടയ്ക്ക് ഏതെങ്കിലുമൊക്കെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പുറകോട്ട് ചോദിക്കും. അപ്പോൾ നിങ്ങളത് പറയാൻ ശ്രമിക്കുക. അടുത്തത് 1895 പൂനെ സെക്ഷൻ. പ്രസിഡൻ്റായ വ്യക്തി സുരേന്ദ്രനാഥ് ബാനർജി. ഇത്ര മാത്രം പഠിച്ചു വെച്ചിരുന്നാൽ മതി. ഫീച്ചേഴ്സ് ഒന്നും പഠിക്കാൻ, എല്ലാ സെക്ഷനും ഫീച്ചേഴ്സ് ഉണ്ട്, അതൊന്നും അത്രത്തോളം ഇമ്പോർട്ടൻ്റ് അല്ല.
ഓക്കെ, ഇത്ര മാത്രം അറിഞ്ഞു വെച്ചാൽ 1895 പൂനെ സമ്മേളനം പ്രസിഡന്റായിരുന്ന വ്യക്തിയുടെ പേര് സുരേന്ദ്രനാഥ ബാനർജി. നമ്മൾ എങ്ങും പഠിച്ചിട്ടില്ല ഇദ്ദേഹത്തിന്റെ പേര് INC ബന്ധപ്പെട്ട് ഇതുവരെ എങ്ങും പഠിച്ചിട്ടില്ല. സോ പഠിച്ചു വെക്കുക. 1895 INC സമ്മേളനം പൂനെ സമ്മേളനമാണ്. അതിൻ്റെ പ്രസിഡന്റായ വ്യക്തിയാണ് സുരേന്ദ്രനാഥ ബാനർജി. ഓക്കെ, അടുത്തത് തൊട്ടടുത്ത വർഷം 1896, സ്ഥലം കൽക്കത്ത. ഒരുപാട് കൽക്കത്ത സെക്ഷനായി. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ക്ലാസ് കഴിഞ്ഞ ശേഷം ഇതിന് നിങ്ങൾക്കൊരു നോട്ട് ഉണ്ടാകും. അപ്പോൾ അതിൽ കറക്റ്റ് ഈ കൊൽക്കത്ത സെക്ഷൻ ഏതൊക്കെയാണെന്ന് കറക്റ്റ് വർഷം നോട്ട് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് അത് ഒരുമിച്ച് പഠിച്ചു വയ്ക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഡൗട്ടില്ലാണ്ട് കൽക്കത്ത ഏതൊക്കെ സെക്ഷനാണ് കൽക്കത്ത വരുന്നത് ആ ഒരു രീതിയിൽ നോട്ടൊന്ന് അറേഞ്ച് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്ററായിട്ട് നിങ്ങളുടെ മനസ്സിലിരിക്കും. പോട്ടെ, 1896 കൊൽക്കത്ത സെക്ഷനാണ്. പ്രസിഡന്റായ വ്യക്തിയുടെ പേരാണ് റഹ്മത്തുള്ള സയാനി. ഇനി അങ്ങോട്ട് നമ്മൾ കേട്ട് പരിചയമില്ലാത്ത പേരുകൾ കയറി വരും. ഇനി അങ്ങോട്ട് കുറച്ചുകൂടി ഫോക്കസ് ആയിട്ടിരിക്കുക. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കുറേയൊക്കെ നമ്മൾ അവിടെ ഇവിടെയൊക്കെ പഠിച്ചതാണ്. ഇനിയും പഠിച്ച കാര്യങ്ങൾ വരും, കൂടാതെ പഠിക്കാത്ത കാര്യങ്ങൾ, അതായത് പുതുതായിട്ട് കേൾക്കുന്ന കാര്യങ്ങൾ കൂടി വരും. പ്രസിഡന്റ് റഹ്മത്തുള്ള സയാനി. അപ്പോൾ 1896 കൊൽക്കത്ത സെക്ഷൻ റഹ്മത്തുള്ള സയാനി. ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് വന്ദേ മാതരം വാസ് സങ് ഫോർ ദ ഫസ്റ്റ് ടൈം. ആദ്യമായി വന്ദേ മാതരം ആലപിച്ച INC സെക്ഷൻ. ഇത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് നന്നായിട്ട് പഠിക്കുക. 1896 കൊൽക്കത്ത സെക്ഷൻ റഹ്മത്തുള്ള സയാനി വന്ദേ മാതരം ആദ്യമായി ആലപിക്കപ്പെട്ട INC സമ്മേളനം. ഓക്കെ, ആരാണ് ഈ സമ്മേളനത്തിൽ വന്ദേ മാതരം ആലപിച്ചതെന്ന് ചോദിച്ചാൽ പറയുക അത് രവീന്ദ്രനാഥ് ടാഗോറാണ്. 1896 ഒന്ന് മനസ്സിലേക്ക് പതിപ്പിച്ചേ. 1896 കൊൽക്കത്ത സെക്ഷൻ INCയിൽ ആദ്യമായിട്ട് വന്ദേ മാതരം ആലപിക്കുന്ന സെക്ഷനാണ്. ഈ സെക്ഷനിൽ വന്ദേ മാതരം ആലപിച്ച വ്യക്തിയാണ് രവീന്ദ്രനാഥ ടാഗോർ. ഈ സെക്ഷന്റെ പ്രസിഡന്റായ വ്യക്തിയാണ് റഹ്മത്തുള്ള സയാനി. വേറൊരു പ്രത്യേകത, കോൺഗ്രസ് ഒഫീഷ്യലി അക്സെപ്റ്റഡ് ഡ്രെയിൻ ഓഫ് വെൽത്ത് തിയറി, സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം എന്ന് പറയുന്നൊരു സിദ്ധാന്തം അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. ദാദാഭായ് നവറോജിയാണ് അവതരിപ്പിക്കുന്നത്. ഈ സിദ്ധാന്തത്തെ INC ഔദ്യോഗികമായി അംഗീകരിക്കുന്നു. അപ്പോൾ ചോദിക്കും, താഴെ തന്നിരിക്കുന്ന ഫീച്ചേഴ്സ് ഏത് INC സെക്ഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചിട്ട് തരും. കോൺഗ്രസ് ഒഫീഷ്യലി ആക്സെപ്റ്റഡ് ദ ഡ്രെയിൻ ഓഫ് വെൽത്ത് തിയറി കോൺഗ്രസ് ഔദ്യോഗികമായി അംഗീകരിച്ച INC സെക്ഷൻ 1896 ആണ്. അതിൻ്റെ മറ്റൊരു പ്രത്യേകത, വന്ദേ മാതരം ആദ്യമായി ആലപിച്ച INC സെക്ഷനും 1896 കൊൽക്കത്ത സെക്ഷൻ തന്നെയാണ്. പ്രസിഡന്റ് ആയിരുന്ന വ്യക്തി റഹ്മത്തുള്ള സയാനി. വന്ദേ മാതരം ആലപിച്ച വ്യക്തിയുടെ പേര് രവീന്ദ്രനാഥ ടാഗോർ. ക്ലിയർ ആണ്. അടുത്തതിലേക്ക് പോകുന്നു. 1897. 96 ഞാൻ 2-3 തവണ റിപ്പീറ്റ് ചെയ്തു. അത് അത്രയും സ്ട്രെച്ച് ചെയ്ത് പറഞ്ഞത് അതിൽ നല്ല ഇമ്പോർട്ടൻറ്റ് പോയിന്റുകൾ ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, ശരി, നോക്കുക. 1897 വെന്യൂ അമരാവതി. മഹാരാഷ്ട്രയിലാണ് അമരാവതി എന്നറിഞ്ഞിരിക്കുക. പ്രസിഡന്റ് C. ശങ്കരൻ നായർ അല്ലെങ്കിൽ ചേറ്റൂർ ശങ്കരൻ നായർ. C. ശങ്കരൻ നായരാണ് 1897 അമരാവതി സമ്മേളനത്തിലെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. വർഷവും സ്ഥലവും ഒന്നും കൂടി ഒന്ന് പറഞ്ഞേ. 1897 അമരാവതി സെക്ഷൻ, പ്രസിഡന്റ് C. ശങ്കരൻ നായർ. പ്രത്യേകത ഒന്ന് നമുക്കറിയാം എന്താണ്. ഇദ്ദേഹമാണ് ആദ്യമായി INC പ്രസിഡന്റായ മലയാളി. അപ്പോൾ ഫസ്റ്റ് മലയാളി ചേറ്റൂർ ശങ്കരൻ. അത് നമ്മൾ പഠിച്ച പോയിന്റ്. സോ അടുത്തതിലേക്ക് പോവുകയാണ്. ദ ഓൺലി മലയാളി ഹു ബിക്കം ദ കോൺഗ്രസ് പ്രസിഡന്റ്. കോൺഗ്രസ് പ്രസിഡന്റായ ഒരേ ഒരു മലയാളിയേ ഉള്ളൂ. അതാണ് ആരെന്ന് പറയുന്നത്? C. ശങ്കരൻ നായർ എന്ന് പറയുന്നത്. ഓക്കെ ആണേ. കുഞ്ഞി പോയിന്റുകളുള്ളൂ. അടുത്തത്, ദ സെക്കൻഡ് സൗത്ത് ഇന്ത്യ ടു ബിക്കം ദ കോൺഗ്രസ് പ്രസിഡന്റ്. കോൺഗ്രസ് പ്രസിഡന്റായ രണ്ടാമത്തെ സൗത്ത് ഇന്ത്യക്കാരൻ ആരാണ്? C. ശങ്കരൻ നായരാണ്. അതിനകത്ത് അത്രത്തോളം റെലവൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ ഉണ്ട്, നമുക്കറിയാമെന്നുള്ള പോയിന്റുകളാണ്. അതായത് ഈ സ്ഥലം പഠിച്ചു വയ്ക്കുക, അത് ചോദിച്ചിട്ടുള്ളതാണ്. അമരാവതി സെക്ഷനെ പറ്റി ചോദിച്ചിട്ടുള്ളതാണ്. 1897 നടന്നത്. പ്രസിഡന്റ് C. ശങ്കരൻ നായർ. അദ്ദേഹം പ്രസിഡന്റായി എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കാര്യം ആദ്യമായിട്ടാണ് എന്താകുന്നത്, ഒരു മലയാളി INC പ്രസിഡന്റ് ആകുന്നത്. ഒരു മലയാളി ആയിട്ടുള്ളൂ. അതും ആര് തന്നെയാണ്? C. ശങ്കരൻ നായർ തന്നെയാണ്. ഇദ്ദേഹമാണ് രണ്ടാമത്തെ സൗത്ത് ഇന്ത്യൻ. ഓക്കെ ആണേ.
അടുത്ത നോക്കുക 1898, 1898. നമ്മളെവിടെ തുടങ്ങിയതാ? 1885 തുടങ്ങിയതാണ്. 1885 തുടങ്ങിയതാണ്, 98 വരെയായി. ഓക്കെ. വെന്യൂ മദ്രാസ്. 1898 INC സമ്മേളനത്തിൻ്റെ വേദി മദ്രാസ് ആയിരുന്നു. ഇതിൻ്റെ പ്രസിഡന്റ് അനന്തമോഹൻ ബോസ് ആണ്. ഈ സമ്മേളനത്തിൻ്റെ പ്രസിഡന്റ് ആയിരുന്ന വ്യക്തിയാണ് അനന്തമോഹൻ ബോസ്. അനന്തമോഹൻ ബോസ് ആയിരുന്നു ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഈ സമ്മേളനത്തിൻ്റെ പ്രത്യേകതയല്ല, അനന്തമോഹൻ ബോസുമായി ബന്ധപ്പെട്ടൊരു പ്രത്യേകത എന്ന് പറയുന്നത്, അനന്തമോഹൻ ബോസ് വാസ് ദ ഫസ്റ്റ് ടു സജസ്റ്റ് ദാറ്റ് കോൺഗ്രസ് നീഡ് എ കോൺസ്റ്റിറ്റ്യൂഷൻ. നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. കോൺഗ്രസ് നീഡ് എ കോൺസ്റ്റിറ്റ്യൂഷൻ. കോൺഗ്രസ്സിന് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വേണമെന്ന് ആദ്യമായി അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? ആനന്ദമോഹൻ ബോസ് എന്ന് പറയുന്നത്. ഈ എഴുതി വച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയാണ് കേട്ടോ, ഈ സെക്ഷൻ്റെ പ്രത്യേകതയല്ല. ഈ ഒരു പോയിന്റ് മാത്രം നമ്മൾ ഇതിൻ്റെ കൂടെ പഠിച്ചു വെച്ചിരുന്നാൽ മതി. നമ്മൾ INCയിലുള്ള എല്ലാ പോയിന്റുകളും കൂടി ഈ നമ്മളൊരു ടൈം ലൈൻ പോലെ എല്ലാ വർഷവും ഇങ്ങനെ ഓർഡറിലാണ് നമ്മൾ ഇത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് എല്ലാ പോയിന്റുകളും ഞാൻ പറയുന്നുണ്ട്. സോ അതിനകത്ത് പറയുന്നതാണ് ആനന്ദമോഹൻ ബോസാണ് 1898 മദ്രാസ് സെക്ഷൻ്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. അതാണ് ആ മദ്രാസ് സെക്ഷൻ്റെ പ്രസിഡന്റിന്റെ പേര് നമ്മൾ പഠിച്ചു. ഇനി ആനന്ദമോഹൻ ബോസിന്റെ പ്രത്യേകത, ഇദ്ദേഹമാണ് എന്ത് ചെയ്യുന്നത്? കോൺഗ്രസിന് ആദ്യമായി ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വേണമെന്ന് സജസ്റ്റ് ചെയ്യുന്ന വ്യക്തി. ആനന്ദമോഹൻ ബോസ് വാസ് ദ ഫസ്റ്റ് ടു സജസ്റ്റ് ദാറ്റ് കോൺഗ്രസ് നീഡഡ് എ കോൺസ്റ്റിറ്റ്യൂഷൻ. കോൺഗ്രസിന് ഒരു ഭരണഘടന വേണം എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് ആനന്ദമോഹൻ ബോസ്. ഓക്കെ ആണ്. പോയിന്റ് ക്ലിയർ ആവുമല്ലോ. അദ്ദേഹം ഈ സമ്മേളനത്തിനല്ല ഇത് പറഞ്ഞത്, ഇങ്ങനൊരു കാര്യം സജസ്റ്റ് ചെയ്തത് ഇദ്ദേഹമാണ് എന്നേ നമ്മൾ പറയുന്നുള്ളൂ. ഓക്കെ അല്ലേ? ഇനി അടുത്ത സെക്ഷൻ പഠിക്കാൻ പോകുന്നു. 1899. നോക്കിക്കോളുക, വെന്യൂ ലക്നൗ ആണ്. ലക്നൗ സമ്മേളനമാണ് 1899 സമ്മേളനത്തിൻ്റെ വേദി എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രസിഡന്റാണ് R.C. ദത്ത് അല്ലെങ്കിൽ ഉമേഷ് ചന്ദ്ര ദത്ത്. നമ്മൾ അദ്ദേഹത്തെ ഉമേഷ് ചന്ദ്ര ദത്ത് എന്നാണ് പേര്. ചിലപ്പോൾ ഓപ്ഷനകത്ത് ഇങ്ങനെ ആയിരിക്കും കാണുന്നത്, R.C. ദത്ത്. R.C. ദത്ത് എന്ന് പറഞ്ഞാൽ ആര് തന്നെയാണ്? ഉമേഷ് ചന്ദ്ര ദത്ത് തന്നെയാണ്. ഇതിൻ്റെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത്, ശ്രദ്ധിക്കുക, the first conference that suggested the formation of an INC constitution. The first conference that suggested that formation of an INC constitution. INC കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് അല്ലെങ്കിൽ INCക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്യുന്നതിനെ കുറിച്ച് സജസ്റ്റ് ചെയ്ത കോൺഗ്രസ് സെക്ഷനാണ് 1899 ലക്നൗ സെക്ഷൻ. ഇങ്ങനെ ഒരു ഭരണഘടനയുടെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ വ്യക്തി ആനന്ദമോഹൻ ബോസ്. ഈ പറഞ്ഞ ആനന്ദമോഹൻ ബോസ് പ്രസിഡന്റായ സമ്മേളനം 1898 മദ്രാസ് സമ്മേളനം. ക്ലിയർ അല്ലേ? 1898 മദ്രാസ് സമ്മേളനം, പ്രസിഡന്റ് ആനന്ദമോഹൻ ബോസ്. അദ്ദേഹം പറയുന്നു കോൺഗ്രസിന് ഒരു ഭരണഘടന വേണം. 1899 ലക്നൗ സമ്മേളനം, അതിൻ്റെ അധ്യക്ഷൻ ഉമേഷ് ചന്ദ്ര ദത്ത് ആണ്. അവിടെ പറയുന്നു എന്താണ്? ദ ഫസ്റ്റ് കോൺഫറൻസ് ദാറ്റ് സജസ്റ്റഡ് ദ ഇൻഫോർമേഷൻ ഓഫ് ആൻ INC കോൺസ്റ്റിറ്റ്യൂഷൻ. ഫോർമേഷൻ ഓഫ് ആൻ INC കോൺസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് സജസ്റ്റഡ്. INCക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വേണമെന്ന് ആദ്യമായിട്ട് സജസ്റ്റ് ചെയ്യപ്പെടുന്ന സമ്മേളനം ഏത് സമ്മേളനമാണ്? 1899 ലക്നൗ സമ്മേളനമാണ്. അങ്ങനെ INCക്ക് ഒരു ഭരണഘടന വേണമെന്ന് ആദ്യമായി നിർദ്ദേശിക്കപ്പെട്ട സമ്മേളനത്തിൻ്റെ അധ്യക്ഷനാണ് ഉമേഷ് ചന്ദ്ര ദത്ത്. അപ്പം നമ്മൾ ഇങ്ങനെയായിരിക്കും ചോദ്യം ചോദിക്കുന്നത്, INCക്ക് ആദ്യമായിട്ട് ഒരു ഭരണഘടന വേണം അല്ലെങ്കിൽ ഫോർമേഷൻ ഓഫ് ആൻ INC കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റി സജസ്റ്റ് ചെയ്ത കോൺഫറൻസിൻ്റെ അധ്യക്ഷൻ ആര് എന്ന് ചോദിച്ചിട്ട് ഓപ്ഷൻ എ ആനന്ദമോഹൻ ബോസ് തരും. നമ്മൾ പോയി അതെഴുതും. അല്ല, ഉത്തരം ആരാണ്? R.C. ദത്താണ്. ക്ലിയർ ആണോ? ശരി, അടുത്ത സെക്ഷനിലേക്ക് പോകുന്നു. 1901 വെന്യൂ കൽക്കത്ത. വളരെ ശ്രദ്ധിച്ചിരിക്കുക. INCയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ദേശീയ സമരങ്ങളും പ്രക്ഷോഭങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വർഷമാണ്. നോക്കുക, പ്രസിഡന്റ് ദിൻഷാ ഇ വാച്ചയാണ്. 1901 കൊൽക്കത്ത സമ്മേളനത്തിൻ്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ദിൻഷാ ഇ വാച്ച.
ഓക്കെ, ദിൻ ഷാ ഇ വാച്ച. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് നോക്കിക്കോളുക. നമ്മുടെ സ്വാതന്ത്ര്യ സമരം അല്ലെങ്കിൽ നമ്മൾ ഇന്ന് കാണുന്ന നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് ബന്ധപ്പെട്ട് വളരെ നിർണായകമായ ഒരു സംഭവം നടക്കാൻ പോകുന്നു. എന്താണെന്ന് ചോദിച്ചാൽ ദ ഫസ്റ്റ് കോൺഫറൻസ് അറ്റൻഡഡ് ബൈ ഗാന്ധിജി. മഹാത്മാഗാന്ധി, ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്ന് നമ്മൾ പറയപ്പെടുന്ന, നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് വേണ്ടിയിട്ട് പ്രയത്നിച്ചിട്ടുള്ള ഒരു മഹാത്മാവെന്ന് നമ്മൾ വിളിക്കപ്പെടുന്ന ഗാന്ധിജി അല്ലേ, ഗാന്ധിയൻ കാലഘട്ടം എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ച് തന്നെ PSC എക്സാമിന് തയ്യാറെടുക്കുന്ന നമുക്ക് തയ്യാറാവേണ്ടതുണ്ട്, അതിനെക്കുറിച്ച് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ മഹാത്മാഗാന്ധി എന്ന് പറയുന്ന വ്യക്തി ആദ്യമായിട്ട് ഒരു INC സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് 1901 കൊൽക്കത്ത സമ്മേളനത്തിലാണ്. അതിൻ്റെ അധ്യക്ഷനായിരുന്നു ദിൻ ഷാ ഇ വാച്ച. ദിൻ ഷാ ഇ വാച്ചയാണ് 1901 INC സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ. ഇതാണ് ഈ സമ്മേളനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഇത് വളരെ വലിയൊരു പ്രത്യേകതയാണ്. ഇത് ചോദിക്കാനും ചാൻസ് കൂടുതലാണ്. കാര്യം മഹാത്മാഗാന്ധി എന്ന് പറയുന്ന ആളെ പറ്റി കേൾക്കാത്ത ആരുമില്ല. നമ്മളിപ്പോൾ PSC പഠിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഒന്നും പഠിച്ചില്ല എങ്കിലും നമുക്കൊക്കെ അറിയാവുന്ന ഒരു ദേശീയ നേതാവാണ് മഹാത്മാഗാന്ധി. അദ്ദേഹം INCയുടെ ഭാഗമാകുന്നു അല്ലെങ്കിൽ INCയുടെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു. ഏത് വർഷം? 1901 കൊൽക്കത്ത സെക്ഷൻ. അപ്പോൾ ആ സെക്ഷൻ്റെ പ്രസിഡന്റിന് നമ്മൾ പഠിച്ചു വയ്ക്കണം. അദ്ദേഹത്തിൻ്റെ പേരാണ് ദിൻ ഷാ ഇ വാച്ച. എന്താണ് ദിൻ ഷാ ഇ വാച്ചയുടെ പ്രത്യേകത? ഗാന്ധിജി ആദ്യമായി പങ്കെടുത്ത കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷനാണ് ദിൻ ഷാ ഇ വാച്ച. ക്ലിയർ ആണ്? ഓക്കെ ആണ്. ഇതാ നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോകുന്നു. മുമ്പ് പഠിച്ച സെക്ഷൻസ് ഓർമ്മയുണ്ടോ? എങ്കിൽ ആനന്ദ മോഹൻ ബോസിൻ്റെ പ്രത്യേകത ഒന്ന് പറഞ്ഞേ, ഒന്ന് ഓർത്തു വയ്ക്കിയേ. എന്താണ്? കോൺഗ്രസ്സിന് ആദ്യമായിട്ടൊരു ഭരണഘടന വേണമെന്ന് അഭിപ്രായപ്പെട്ട വ്യക്തി. ഓക്കെ, എങ്കിൽ കോൺഗ്രസ്സിന് ആദ്യമായിട്ടൊരു ഭരണഘടന വേണമെന്ന് അഭിപ്രായം ഉയർന്നു വന്ന കോൺഗ്രസ് സമ്മേളനം ഏതായിരുന്നു? അത് 1899 ലക്നൗ സമ്മേളനം. അതിൻ്റെ അധ്യക്ഷൻ RC ദത്ത്. ക്ലിയർ അല്ലേ? ശരി, ബാക്കി നോക്കുക. അടുത്തത് 1907 ബോംബെ സെക്ഷൻ. 1907 ബോംബെ സമ്മേളനം. പ്രസിഡന്റ് ഹെൻറി കോട്ട്. അപ്പോൾ ഒരു ഫീച്ചേഴ്സ് നിങ്ങളുടെ മനസ്സിലേക്ക് എത്തിക്കഴിഞ്ഞില്ലേ? എന്താണ് ആ ഫീച്ചർ? ഇദ്ദേഹമാണ് INC പ്രസിഡന്റ് ആകുന്ന ഫോർത്ത് ഫോറിൻ. ഇതിനെപ്പറ്റി നമ്മളൊന്നും കൂടുതൽ പറയുന്നില്ല, ഓൾറെഡി പഠിച്ച പോയിന്റാണ്. നമ്മൾ പഠിച്ചിരിക്കേണ്ടത് വർഷവും ഹെൻറി കോട്ടിൻ്റെ പേരും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. സോ നമ്മളിത് രണ്ടാമത്തെ തവണ റിപ്പീറ്റ് ചെയ്ത് പഠിക്കുന്നതാണ്. അപ്പോൾ കൂടുതൽ മനസ്സിലേക്ക് തറവാവണം. ഏത് സമ്മേളനമാണെന്ന് ചോദിച്ചാൽ അത് ബോംബെ സമ്മേളനമാണ്. അപ്പോൾ INCക്ക് ഒരു നാലാമതായിട്ടൊരു ഫോറിൻ പ്രസിഡന്റ് ആകുന്ന സമ്മേളനം ചോദിച്ചാൽ അത് ബോംബെ സമ്മേളനമാണ്. ഓക്കെ, അത്ര ഫീച്ചർ മാത്രമേ അതിൽ പഠിക്കാനുള്ളൂ. അടുത്തതിലേക്ക് പോകുന്നു. 1905 വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കുക, വെന്യൂ എന്ന് പറയുന്നത് ബനാറസ്, ഉത്തർപ്രദേശിലെ ബനാറസ്. 1905. ഓക്കെ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഒട്ടനേകം സംഭവങ്ങൾ നടക്കുന്നൊരു കാലഘട്ടമാണ് 1905, 6 കാലഘട്ടം എന്ന് പറയുന്നത്. ഓക്കെ, ബംഗാൾ വിഭജനമൊക്കെ നടക്കുന്നത് ഈ ഒരു കാലഘട്ടത്താണ്. അപ്പോൾ 1905 ബനാറസ് സമ്മേളനം ഉത്തർപ്രദേശിലാണ്. ഇത്രയും മനസ്സിലുണ്ടേ? നോക്കുക, പ്രസിഡന്റ് ഗോപാലകൃഷ്ണ ഗോഖലെ. നമ്മൾ മോഡറേറ്റും എക്സ്ട്രീമിറ്റും പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഈ മോഡറേറ്റുകളുടെ നേതാവായിരുന്ന വ്യക്തി ഗോപാലകൃഷ്ണ ഗോഖലെ. അദ്ദേഹം 1905 എന്ത് ചെയ്യുന്നു? INCയുടെ പ്രസിഡന്റ് ആകുന്നു. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ദ സ്വദേശി സ്ലോഗൻ വാസ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ്. സ്വദേശി മുദ്രാവാക്യം നമ്മൾ പറഞ്ഞു. സ്വദേശി പ്രസ്ഥാനങ്ങളൊക്കെ നടക്കുന്ന സമയമാണ് 1905 എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്വദേശി പ്രസ്ഥാനം ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1905 ഗോപാലകൃഷ്ണ ഗോഖലെ പ്രസിഡന്റ് ആയിരുന്ന INC സെക്ഷനിലാണ്. ദ സ്വദേശി സ്ലോഗൻ വാസ് ഇൻട്രൊഡ്യൂസ്ഡ്. ഓക്കെ, ഹി വാസ് ദ INC പ്രസിഡന്റ് ഡ്യൂറിങ് ബംഗാൾ പാർട്ടീഷൻ. ബംഗാൾ വിഭജനം നടക്കുന്ന സമയത്തെ INC പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചാൽ ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. നമ്മുടെ ഇന്ത്യ ചരിത്രത്തിലെ ഒഴിച്ചുകൂടാനാവാത്തൊരു സംഭവമാണ് ബംഗാൾ പാർട്ടീഷൻ എന്ന് പറയുന്നത്. സോ അത് നടക്കുന്ന സമയത്തെ INC പ്രസിഡന്റ് ആര് എന്ന ചോദ്യത്തിന് അത്രത്തോളം പ്രാധാന്യമുണ്ട്. അപ്പോൾ അതിൻ്റെ ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ എന്നാണ്. ദ സ്വദേശി സ്ലോഗൻ വാസ് ഇൻട്രൊഡ്യൂസ്ഡ്. സ്വദേശി സ്ലോഗൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1905 ബനാറസ് സെക്ഷനാണ്. അതേ ബനാറസ് സെക്ഷനിൽ തന്നെയാണ് എന്ത് നടന്നത്?
ഗോപാലകൃഷ്ണ ഗോഖലെ പ്രസിഡന്റ് ആയിരുന്നത്. സോ അദ്ദേഹത്തെ നമ്മൾ എന്തെന്ന് പറയും? ബംഗാൾ പാർട്ടിഷൻ നടക്കുമ്പോൾ INC പ്രസിഡന്റ് ആയിരുന്നു ഗോപാലകൃഷ്ണ ഗോഖലെ. ഒക്കെയാണ്. ഇതാ പോകുന്നു അടുത്ത സെക്ഷൻ. 1906. 1906 പ്രസിഡന്റിന്റെ ഫോട്ടോ ഇവിടെ തന്നിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ പേര് നമ്മൾ പഠിച്ചു. ആരാണ്? ബദറുദ്ദീൻ. ആരാണ്? ദാദാഭായി നവറോജി. എന്താണ് ഇദ്ദേഹത്തിന്റെ പ്രത്യേകത? ഒരു പ്രത്യേകത നമ്മൾ പഠിച്ചു. എന്താണ്? ഇദ്ദേഹം 3 തവണ INC പ്രസിഡന്റ് ആയിട്ടുണ്ട് അല്ലേ? ഓക്കെ. ദ ഫസ്റ്റ് സെക്ഷൻ വെയർ ദ ടേം സ്വരാജ് വാസ് യൂസ്ഡ്. അപ്പോൾ ദാദാഭായ് നവറോജിയുടെ ഫീച്ചേഴ്സ് നമ്മൾ പഠിച്ചതാണ്. അദ്ദേഹം 3 തവണ INC പ്രസിഡന്റ് ആയിട്ടുണ്ട്. ആദ്യത്തെ പാഴ്സി മതക്കാരനായിരുന്നു. വർഷം നമുക്കറിയാം ഏതൊക്കെ 3 വർഷമാണെന്ന്. 2 വർഷം പഠിച്ചു. മൂന്നാമതായത് 1906 ഓക്കെ. ഇതിനകത്ത് ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു സെക്ഷൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ദ സെക്ഷൻ വെയർ സ്വരാജ് വാസ് യൂസ്ഡ്. ദ ടേം സ്വരാജ് വാസ് യൂസ്ഡ്. ദ സെക്ഷൻ വെയർ ദ ടേം സ്വരാജ് വാസ് യൂസ്ഡ്. സ്വരാജ് എന്ന് പറയുന്ന പദം ആദ്യമായി ഉപയോഗിച്ച INC സെക്ഷൻ 1906 കൊൽക്കത്ത സെക്ഷനാണ്. മറക്കരുത്, 1906 കൊൽക്കത്ത സെക്ഷൻ. ദ ടേം സ്വരാജ് വാസ് ഫസ്റ്റ് യൂസ്ഡ്. ആദ്യമായി സ്വരാജ് എന്ന് പറയുന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ദാദാഭായ് നവറോജി അധ്യക്ഷനായ 1906 കൊൽക്കത്ത സെക്ഷനിലാണ്. നോക്കുക. ദ കോൺഫറൻസ് ഡിക്ലെയർഡ് ദാറ്റ് ദ ഗോൾ ഓഫ് കോൺഗ്രസ് വാസ് സ്വരാജ്. കോൺഗ്രസിന്റെ ലക്ഷ്യം സ്വരാജ് ആണ് എന്ന്. ദ ഗോൾ ഓഫ് കോൺഗ്രസ് വാസ് സ്വരാജ്. കോൺഗ്രസിന്റെ ലക്ഷ്യം സ്വരാജ് ആണ് എന്ന് ഡിക്ലെയർ ചെയ്ത കോൺഗ്രസ് സെക്ഷൻ 1906 കൊൽക്കത്ത സെക്ഷനാണ്. അതിൻ്റെ പ്രസിഡന്റാണ് ദാദാഭായ് നവറോജി. ഓക്കെയാണേ. 2 ഫീച്ചേഴ്സ് പഠിച്ചേ. ദ ഫസ്റ്റ് കോൺഗ്രസ് പ്രസിഡന്റ് ടു ഡിമാൻഡ് സ്വരാജ്. സ്വരാജ് ഡിമാൻഡ് ചെയ്ത ആദ്യ കോൺഗ്രസ് പ്രസിഡന്റ് ദാദാഭായ് നവറോജിയാണ്. ഓക്കെ. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഒരുമിച്ച് കണ്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. കൂടാതെ ദ പേഴ്സൺ ടു ബി ഇലക്റ്റഡ് ആസ് കോൺഗ്രസ് പ്രസിഡന്റ് 3 times. 3 തവണ INC പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി. ഓക്കെയാണ്. ഒരിക്കൽ കൂടി നമുക്ക് പഠിക്കാം. 1906 കൊൽക്കത്ത സെക്ഷൻ പ്രസിഡന്റിന്റെ പേരൊന്ന് പറഞ്ഞേ. നിങ്ങളൊന്ന് പറഞ്ഞേ. ദാദാഭായി നവറോജി. ഫീച്ചേഴ്സ് ഒന്ന് പറഞ്ഞു നോക്കിക്കേ. തന്നെത്താനൊന്ന് പറഞ്ഞു നോക്കിക്കേ. പറയണേ, എല്ലാവരും പറയണേ. എവിടെ ഇരുന്നാണോ നിങ്ങൾ ക്ലാസ് കാണുന്നത്? നിങ്ങൾ പല മേഖലയിൽ ജോലി ചെയ്യുന്നവരായിരിക്കും, വീട്ടിലിരുന്ന് പഠിക്കുന്നവരായിരിക്കും, ജോലി സ്ഥലത്തിരുന്ന് ക്ലാസ് കാണുന്നവരായിരിക്കും. നിങ്ങൾ എവിടെ ഇരുന്നാണോ കാണുന്നത് അവിടെ ഇരുന്ന് നിങ്ങൾ പറയുക ഏതാണ് ഈ സെക്ഷൻ്റെ ഫീച്ചേഴ്സ്. പറഞ്ഞേ. ദ ഫസ്റ്റ് സെക്ഷൻ വെയർ സ്വരാജ് വാസ് യൂസ്ഡ്. ശരിയാണ്, എല്ലാവരും പറഞ്ഞു. ഓക്കെ. അടുത്തത് ദ കോൺഫറൻസ് ഡിക്ലെയർ ദാറ്റ് ദ ഗോൾ ഓഫ് കോൺഗ്രസ് വാസ് സ്വരാജ്. ഓക്കെ. അടുത്തത് ദ ഫസ്റ്റ് കോൺഗ്രസ് പ്രസിഡന്റ് ടു ഡിമാൻഡ് സ്വരാജ്. ആരാണ്? ദാദാഭായി നവറോജിയാണ്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അതുപോലെ ഇത് നമ്മൾ പഠിച്ചതാണ് അല്ലേ? ഇദ്ദേഹത്തിൻ്റെ ഫീച്ചേഴ്സ്. ഇദ്ദേഹം 3 തവണ എന്തായിട്ടുണ്ട്? കോൺഗ്രസ് പ്രസിഡന്റ് ആയിട്ടുണ്ട്. അടുത്ത സെക്ഷൻ ഇപ്പം നമ്മൾ പഠിച്ചത് 1906. ഇനി അങ്ങോട്ട് കുറച്ചും കൂടിയൊക്കെ പ്രാധാന്യങ്ങൾ കൊടുക്കുക. ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ള അല്ലെങ്കിൽ ചോദിക്കാൻ ഒരുപാട് സാധ്യതയുള്ള മേഖലയാണ് 1907. ഈ വർഷം കാണുമ്പോൾ തന്നെ ചില ഫീച്ചേഴ്സ് നിങ്ങളുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടാകും. മുൻ ക്ലാസ്സുകളുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഫീച്ചേഴ്സ് നിങ്ങളുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടാകും. അപ്പോൾ ഈ വെന്യൂ സൂററ്റ് ഗുജറാത്താണ്. ആ സൂററ്റ് എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ പ്രധാനപ്പെട്ട ഇൻസിഡൻറ്റ് നിങ്ങളുടെ മനസ്സിലേക്ക് വന്നു എന്നെനിക്ക് ഉറപ്പുണ്ട്. നിങ്ങൾക്ക് അറിയാം എന്താണ് ഇതിൻ്റെ ഫീച്ചർ എന്ന്. 1907 സൂററ്റ് എങ്കിൽ പ്രസിഡന്റിന്റെ പേരൊന്ന് പറഞ്ഞേ. യെസ്, എന്ത് തന്നെയാണ്? റാഷ് ബിഹാരി ഘോഷ്. എത്ര പേര് പറഞ്ഞു? പറഞ്ഞവർക്കൊക്കെ അഭിനന്ദനങ്ങൾ. പ്രസിഡന്റ് റാഷ് ബിഹാരി ഘോഷാണ് 1907 സൂററ്റ് സമ്മേളനത്തിന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. ഏറ്റവും വലിയ ഫീച്ചർ എന്ന് പറയുന്നത് സൂററ്റ് സ്പ്ലിറ്റ് ആണ്. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. മോഡറേറ്റ് ആൻഡ് എക്സ്ട്രീമിസ്റ്റ് വെയർ സെപ്പറേറ്റഡ്. മിതവാദികളും തീവ്രവാദികളും 2 ചേരിയിലായ അങ്ങനെ സൂററ്റ് സ്പ്ലിറ്റ് നടക്കുന്നു. മിതവാദികളും തീവ്രവാദികളും തമ്മിൽ വേർപിരിഞ്ഞു പോകുന്ന INC സമ്മേളനം 1907 സൂററ്റ് സമ്മേളനമാണ്. അതിൻ്റെ പ്രസിഡന്റായ വ്യക്തിയാണ് റാഷ് ബിഹാരി ഘോഷ് എന്ന് പറയുന്ന വ്യക്തി. ഓക്കെയാണേ. ഈ 1907 കോൺഗ്രസിലെ 2 ശക്തരായ വിഭാഗക്കാരായിരുന്ന അല്ലെങ്കിൽ 2 വ്യത്യസ്ത അഭിപ്രായക്കാരായിരുന്ന മിതവാദികളും തീവ്രവാദികളും മോഡറേറ്റുകളും എക്സ്ട്രീമിസ്റ്റുകളും എന്ത് ചെയ്യുന്നുണ്ട്? സെപ്പറേറ്റ് ആയി പോകുന്നുണ്ട്. അതുകൊണ്ട് ഹിസ്റ്റോറിയൻസ് ഡിസ്ക്രൈബ്ഡ് ദ സൂററ്റ് സ്പ്ലിറ്റിനെ എന്തെന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്നു?
എ റിഗ്രറ്റബിൾ ഈവന്റ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് കോൺഗ്രസ്. എ റിഗ്രറ്റബിൾ ഈവന്റ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് കോൺഗ്രസ്. കോൺഗ്രസ് ചരിത്രത്തിലെ ഏറ്റവും ദുഃഖകരമായ അല്ലെങ്കിൽ റിഗ്രറ്റ് ഉണ്ടാക്കുന്ന സംഭവം എന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ചത് സൂററ്റ് സ്പ്ലിറ്റിനെയാണ്. എന്തിനാണ് അങ്ങനെ വിശേഷിപ്പിച്ചതെന്ന് ചോദിച്ചാൽ അതാണ് നമ്മൾ പഠിച്ചത്. ഈ സൂററ്റ് സ്പ്ലിറ്റിലാണ് മോഡറേറ്റുകളും എക്സ്ട്രീമിസ്റ്റുകളും രണ്ടായി പിരിയുന്നത്. ഓക്കെയാണേ നോക്കുക. ഇൻ 1907 മറ്റൊരു പ്രത്യേകത ശ്രദ്ധിച്ചോ. ദ സിഡീഷ്യസ് മീറ്റിംഗ് ആക്ട് വാസ് പാസ്ഡ്. 1907 സിഡീഷ്യസ് മീറ്റിംഗ് ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് പാസ്സാക്കുന്നുണ്ട്. ഇവിടെ നിങ്ങളൊരു തെറ്റിദ്ധാരണ വച്ച് പുലർത്തരുത്. നമ്മൾ പഠിക്കുന്നത് 1907. നമ്മുടെ ഹെഡിങ് എന്തായിരുന്നു? ഇമ്പോർട്ടൻ്റ് സെക്ഷൻസ് ആൻഡ് ഈവൻറ്റ്സ് എന്നാണ് അല്ലേ? പ്രധാനപ്പെട്ട സെക്ഷനുകളും പിന്നെ മറ്റ് സംഭവങ്ങളും. അപ്പോൾ ഈ 1907 സൂററ്റ് സ്പ്ലിറ്റ് നടന്നു, സൂററ്റ് സമ്മേളനം നടന്നു. സൂററ്റ് സമ്മേളനത്തിൽ മോഡറേറ്റുകൾ എക്സിക്യൂട്ടീവുകൾ സെപ്പറേറ്റ് ആയി. അതിൻ്റെ പ്രസിഡന്റിനെ പഠിച്ചു. അതുകൊണ്ട് എ റിഗ്രറ്റബിൾ ഈവന്റ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് കോൺഗ്രസ് എന്ന് ഹിസ്റ്റോറിയൻസ് വിളിച്ചു. ഇത് ഇത്രയും ആ സൂററ്റ് സ്പ്ലിറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇവിടെ ഈ ഡിലീഷ്യസ് മീറ്റിംഗ് ആക്ട് പാസ്സാക്കുന്നത് കോൺഗ്രസ് അല്ല, ബ്രിട്ടീഷുകാരാണ് പാസ്സാക്കുന്നത്. എന്തിനാണെന്ന് ചോദിച്ചാൽ ടു പ്രിവെന്റ് എ മീറ്റിംഗ് ഹെൽഡ് അഗൈൻസ്റ്റ് ഗവൺമെൻറ്. ഗവൺമെൻറ്റിനെതിരെയുള്ള മീറ്റിങ്ങുകൾ തടയുന്നതിന് വേണ്ടിയിട്ട് ഡെലീഷ്യസ് മീറ്റിംഗ് ആക്ട് പാസ്സാക്കുന്നു. അതായത് ഈ ഡെലീഷ്യസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രാജ്യദ്രോഹം എന്നാണ് കുറ്റം. അതായത് രാജ്യദ്രോഹവുമായി ബന്ധപ്പെട്ട്, രാജ്യദ്രോഹം മീൻസ് അന്ന് നമ്മുടെ ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ബ്രിട്ടീഷുകാരാണ്. അപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ എന്ത് ചെയ്യുന്നു? നമ്മൾ പറഞ്ഞു നോക്കിക്കേ, 1905 ബംഗാൾ വിഭജനം, അതുമായിട്ട് ബന്ധപ്പെട്ട് സ്വദേശി പ്രസ്ഥാനം വരുന്നു. സ്വരാജ് എന്ന് പറയുന്ന ടൈം ഫോം നമ്മൾ പഠിച്ചായിരുന്നു. എന്തിനു വേണ്ടിയിട്ട് INC ഫോം ചെയ്തേ? ബ്രിട്ടീഷുകാർക്ക് ഒരു സുരക്ഷാ വാൽവായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ തുടർന്ന INC പിന്നീട് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സമ്മേളനങ്ങളും മീറ്റിങ്ങുകളൊക്കെ നടക്കാൻ തുടങ്ങി. INCയുടെ സമ്മേളനങ്ങളിൽ സ്വരാജ് പോലെയുള്ള വാക്കുകൾ ഉയർന്നു വന്നു. അവരത് ഡിമാൻഡ് ചെയ്ത് തുടങ്ങി. അപ്പോൾ ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായി, ഇങ്ങനെ പോയാൽ ഇങ്ങനെ സമ്മേളിച്ചാൽ നമുക്ക് ഉടനെ കച്ചുകെട്ടി പോവേണ്ടി വരും. അതുപോലെ തന്നെ മോഡറേറ്റുകളിൽ നിന്ന് എക്സ്ട്രീമിസ്റ്റുകൾ സെപ്പറേറ്റ് ആയി. അപ്പോൾ ഇനിയിപ്പോൾ ഒരുപാട് നാൾ സുഖിപ്പിച്ച് നിർത്താൻ പറ്റില്ല എന്ന് ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായി. ആ ഒരു സാഹചര്യത്തിൽ അവരൊരു ആക്ട് പാസ്സാക്കി, ഡിലീഷ്യസ് മീറ്റിംഗ് ആക്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള മീറ്റിങ്ങുകളൊക്കെ തടയുന്നതിന് വേണ്ടിയിട്ട്, ടു പ്രിവെൻറ്റ് എ മീറ്റിംഗ് ഹെൽഡ് അഗൈൻസ്റ്റ് ബ്രിട്ടീഷ് ഗവൺമെൻറ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാസ്സാക്കിയ ആക്റ്റാണ് ഡിലീഷ്യസ് മീറ്റിംഗ് ആക്ട്. അത് മറന്നു പോകരുത്. പാസ്സാക്കുന്നത് ഗവൺമെൻറ് ആണേ. 1907 INC സെക്ഷനകത്തല്ല പാസ്സാക്കുന്നത്. ഗവൺമെൻറ് 1907 പാസ്സാക്കുന്ന നിയമമാണ് സെഡീഷ്യസ് മീറ്റിംഗ് ആക്ട്. ഇത് പാസ്സാക്കുന്ന സാഹചര്യം ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. മോഡറേറ്റുകളും എക്സ്ട്രീമിസ്റ്റുകളൊക്കെ സെപ്പറേറ്റ് ആയി. അതുപോലെ തന്നെ ഇതിന് മുമ്പ് നടന്ന സമ്മേളനങ്ങളിലൊക്കെ എന്ത് ചെയ്തു? നമ്മുടെ സ്വാതന്ത്ര്യ സമരം കൂടുതൽ ശക്തിപ്പെടുന്ന കാലഘട്ടം. ആ സമയത്താണ് ഇങ്ങനൊരു നിയമം കൊണ്ടുവരുന്നത്. അതും കൂടി മനസ്സിലാക്കി വെക്കുക. ക്ലിയറായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത സെക്ഷനിലേക്ക് പോകുന്നു. 1908 വെന്യൂ മദ്രാസ്. നിങ്ങൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ മറന്നു പോകാൻ ചാൻസ് ഉള്ളത് ഈ ഫീച്ചേഴ്സ് അല്ല, വർഷവും നടന്ന സ്ഥലവുമാണ്. ഇത് നിങ്ങൾക്ക് തിരിഞ്ഞു പോകും. അതുകൊണ്ട് ഇത് കൃത്യമായി ലിസ്റ്റ് ഔട്ട് ചെയ്ത് പഠിക്കുക. ഇല്ല എങ്കിൽ നമുക്ക് അറിയാവുന്ന പോയിന്റ് ആണെങ്കിലും ചിലപ്പോൾ മാർക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ 1908 മദ്രാസ് സെക്ഷൻ. പ്രസിഡന്റ് ആരാണെന്ന് അറിയാം. 1907 1908 ആര് തന്നെയായിരുന്നു? രാജ് ബിഹാരി ഘോഷ് തന്നെയായിരുന്നു. ഓക്കെ, ഫീച്ചേഴ്സ് നോക്കുക. ദ ഫസ്റ്റ് കോൺഫറൻസ് ഹെൽഡ് ഓൺ ദ ബേസിസ് ഓഫ് ആൻ ഒഫീഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ. കോൺഗ്രസിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്തു എന്നല്ല ശരിക്കും അത് കറക്റ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചല്ലോ, ആനന്ദമോഹൻ ബോസ് എന്ത് ചെയ്യുന്നു? കോൺഗ്രസിന് കോൺസ്റ്റിറ്റ്യൂഷൻ വേണമെന്ന് അഭിപ്രായപ്പെടുന്നു. അതിനുശേഷം വരുന്ന INC സമ്മേളനത്തിൽ അത് ചർച്ച ചെയ്യപ്പെടുന്നു. കോൺഗ്രസിന് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വേണമെന്ന് ഡിമാൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന സമ്മേളനം ഏതാണ് നമ്മൾ പഠിച്ചതാണ്. ആ സമ്മേളനത്തിൽ അധ്യക്ഷൻ RC ദത്താണ് നമ്മൾ പഠിച്ചു. അതിനൊക്കെ ശേഷം INCക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിപ്പെട്ട് വരുന്നു. അങ്ങനെ ഉണ്ടായി വന്ന INCയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ബേസിൽ ദ ഫസ്റ്റ് കോൺഫറൻസ് ഹെൽഡ് ഓൺ ദ ബേസിസ് ഓഫ് ആൻ ഒഫീഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ. ശ്രദ്ധിക്കുക, നമ്മൾ പറയുന്നത് INCക്ക് ഒരു ഭരണഘടന എന്നുള്ള കാര്യമാണ്, അല്ലാതെ ഇന്ത്യയുടെ ഭരണഘടനയല്ല. INCക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഫോമായിട്ട് വരുന്നു. ആ INC കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ബേസിസിൽ ഒരു സമ്മേളനം ആദ്യമായിട്ട് നടക്കുന്നത് 1908 ഓക്കെ. ദ ഫസ്റ്റ് കോൺഗ്രസ് ഹെൽഡ് ഓൺ ദ ബേസിസ് ഓഫ് ആൻ ഒഫീഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ. കോൺഗ്രസിനൊരു ഭരണഘടന വരുന്നത് 1908 സമ്മേളനത്തിലാണെന്ന് നമുക്ക് ഒരു സമ്മേളനത്തിൽ വന്നിട്ട് നമുക്കൊരു സമ്മേളനത്തിനകത്തിരുന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. കോൺസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്യാമെന്ന് പറഞ്ഞാൽ INCക്ക് ഒരു ഭരണഘടന ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതൊരു
ഒരു പ്രോസസ്സാണ്. അപ്പോൾ അങ്ങനെ ഒരു സമ്മേളനം, ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായി. ആ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അടിസ്ഥാനത്തിൽ INC ആദ്യമായിട്ട് സമ്മേളിക്കുന്നത് ഏത് സെക്ഷനിലാണ്? 1908 മദ്രാസ് സെക്ഷനിലാണ്. അതിൻ്റെ പ്രസിഡന്റ് റാഷി ബിഹാരി ഘോഷാണ്. ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, അടുത്ത പ്രത്യേകത നമുക്കറിയാം, ഇദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? കോൺഗ്രസ് പ്രസിഡന്റ് ട്വൈസ് കണ്ടിന്യൂസ്ലി, 2 തവണ അടുത്തടുത്ത് എന്തായിട്ടുണ്ട്? INC പ്രസിഡന്റായ വ്യക്തിയാണ് ആദ്യമായിട്ട് 1907 1908. ശ്രദ്ധിക്കുക, ദ ഫസ്റ്റ് പേഴ്സൺ, അടുത്തടുത്ത് ആദ്യ വ്യക്തി എന്നാണ് പറയുന്നത് കേട്ടോ. അടുത്തടുത്തായിട്ടുള്ള വ്യക്തികൾ വേറെയും ഉണ്ട്. ദ പേഴ്സൺ ഹു ബിക്കം ദ കോൺഗ്രസ് പ്രസിഡന്റ് ട്വൈസ് കോൺസ്റ്റിറ്റ്യൂന്റ്ലി എന്ന് പറയുന്നത് ആരാണ്? റാഷി ബിഹാരി ഘോഷാണ്. അടുത്തടുത്ത 2 തവണ എന്താകുന്നത്? ആദ്യമായിട്ട് INC പ്രസിഡന്റ് ആക്കുന്നത് 1907 1908. കാര്യം കുറേ അങ്ങോട്ട് കഴിയുമ്പോഴത്തേക്ക് ലോങ് ടൈമൊക്കെ ഒരേ ആൾ INC പ്രസിഡന്റ് ഇരുന്നിട്ടുണ്ട്. അപ്പോൾ അവരും അടുത്തടുത്ത ടൈം തന്നെയാണ് ആകുന്നത്. ആദ്യമായിട്ടാകുന്ന വ്യക്തി റാഷി ബിഹാരി ഘോഷ്. ഓക്കെ, സെറ്റാണ്. അടുത്തത് 1909 വെന്യൂ ലാഹോർ. പ്രസിഡന്റിന്റെ പേര് മദൻ മോഹൻ മാളവ്യ. ഇദ്ദേഹത്തിൻ്റെ ഒരു ഫീച്ചർ നമ്മൾ പഠിച്ചു. ഇദ്ദേഹം എന്തിൻ്റെയൊക്കെ പ്രസിഡന്റ് ആയിട്ടുണ്ട്? ഹിന്ദു മഹാസഭയുടെയും INCയുടെയും പ്രസിഡന്റായ ഏക വ്യക്തിയാണ് മദൻ മോഹൻ മാളവ്യ. അപ്പോൾ 1909 ലാഹോർ സെക്ഷൻ. ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് മിൻറ്റോ മോർലി റിഫോം വാസ് ഇൻട്രൊഡ്യൂസ്ഡ്. ഇതും INC സെക്ഷനകത്തല്ല മിൻറ്റോ മോർലി റിഫോംസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. മിൻറ്റോ മോർലി ഭരണപരിഷ്കാരം എന്ന് പറയുന്ന ഒരു ഭരണപരിഷ്കാരം ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യപ്പെടുന്നുണ്ട്? 1909 പാസ്സാക്കപ്പെടുന്നുണ്ട്. ഞാൻ ഈ പറയുന്ന ഫീച്ചേഴ്സ് അതെല്ലാം INCയുടെ ഫീച്ചേഴ്സ് അല്ല. ഓക്കെ, മിൻറ്റോ മോർലി റിഫോം വെയർ ഇൻട്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ 1909 മിൻറ്റോ മോർലി ഭരണപരിഷ്കാരം പാസ്സാക്കപ്പെടുന്നു. അത് പാസ്സാക്കുന്നത് INC സെക്ഷനിലല്ല, ആ സെക്ഷനുമായി ഇതിന് ബന്ധമുണ്ട്. ഓക്കെ, അപ്പോൾ 1909 മദൻ മോഹൻ മാളവ്യ ലാഹോർ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന ആ സമയത്താണ് മിൻറ്റോ മോർലി ഭരണപരിഷ്കാരങ്ങൾ എന്ത് ചെയ്യപ്പെടുന്നത്? നടപ്പാക്കപ്പെടുന്നത് എന്നറിഞ്ഞിരിക്കുക. അടുത്തത് 1911 കൽക്കത്ത സെക്ഷൻ. അതിൻ്റെ പ്രസിഡന്റാണ് BN ദർ. ഓക്കെ, 1911 കൊൽക്കത്ത സെക്ഷന്റെ അധ്യക്ഷനായിരുന്നു BN ദർ. ഇതിന്റെ പ്രത്യേകത, ദ കോൺഗ്രസ് സെക്ഷൻ വെയർ ജനഗണമന വാസ് ഫസ്റ്റ് സോങ്. ആദ്യമായി ജനഗണമന ആലപിച്ച കോൺഗ്രസ് സമ്മേളനമാണ് 1911 കൊൽക്കത്ത സെക്ഷൻ. ഇതും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ നേരത്തെ വന്ദേ മാതരം ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സെക്ഷൻ പഠിച്ചു. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. ജനഗണമന ആദ്യമായി ആലപിച്ച INC സമ്മേളനം ഏത് എന്ന് ചോദിച്ചാൽ അത് 1911 കൊൽക്കത്ത സമ്മേളനമാണ്. അതിൻ്റെ അധ്യക്ഷൻ്റെ പേരും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. BN ദർ ആണ് അതിൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. ഇത് ആലപിച്ച വ്യക്തിയുടെ പേരാണ് സരള ദേവി ചൗധരി. സരള ദേവി ചൗധരിയാണ് 1911 INC സമ്മേളനത്തിൽ ജനഗണമന ആലപിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത്. അപ്പോൾ 1911 കൊൽക്കത്ത സമ്മേളനം പ്രസിഡന്റ് BN ദർ ആണ്. ദ കോൺഗ്രസ് സെക്ഷൻ വെയർ ജനഗണമന വാസ് ഫസ്റ്റ് സങ്. ജനഗണമന ആദ്യമായി ആലപിക്കപ്പെട്ട കോൺഗ്രസ് സമ്മേളനമാണ് 1911 കൊൽക്കത്ത സമ്മേളനം. ഓക്കെയാണ്. ഇതാ നോക്കുക, 1912 ബംഗിപ്പൂർ. 1912 ബംഗിപ്പൂർ സമ്മേളനം നടക്കുന്നത് ബീഹാറിലാണ്. ഇതിൻ്റെ പ്രസിഡന്റായിരുന്ന വ്യക്തിയാണ് RN മധോൽക്കർ. നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള ആളുകളുടെ പേരൊക്കെ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടാവും. ഇത് കേൾക്കാനുള്ള ചാൻസ് കുറവാണ്. ഇദ്ദേഹത്തിൻ്റെ പേര് RN മധോൽക്കർ എന്നാണ്. 1912 ബംഗിപ്പൂർ സമ്മേളനം, ബംഗിപ്പൂർ ബീഹാറിലാണ്. ഈ സമ്മേളനത്തിൻ്റെ പ്രസിഡന്റായിരുന്ന വ്യക്തിയാണ് RN മധോൽക്കർ. ഇതിൻ്റെ പ്രത്യേകത, ദ ഫസ്റ്റ് കോൺഗ്രസ് സെക്ഷൻ അറ്റൻഡഡ് ബൈ ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനമാണ് 1912 ബംഗിപ്പൂർ സെക്ഷൻ. അതിൻ്റെ അധ്യക്ഷനായ വ്യക്തിയാണ് RN മധോൽക്കർ. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഫീച്ചേഴ്സ്. നമ്മൾ ഗാന്ധിജി പങ്കെടുത്ത സെക്ഷൻ എന്നായിരുന്നു ഒന്ന് പറഞ്ഞേ. 1901. അതിൻ്റെ അധ്യക്ഷൻ്റെ പേരെന്തായിരുന്നു? ദിൻഷായി വാച്ച. കുറച്ച് എല്ലാവരും ഉത്തരം പറഞ്ഞില്ലേ? പറഞ്ഞോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഇത് 1912 ബംഗിപ്പൂർ സെക്ഷൻ. അതേപോലെ ജവഹർലാൽ നെഹ്റു ആദ്യമായി പങ്കെടുത്ത സെക്ഷനാണ് ബംഗിപ്പൂർ സെക്ഷൻ. ഇതിൻ്റെ അധ്യക്ഷൻ്റെ പേര് RN മധോൽക്കർ. ഓക്കെ, അടുത്ത നോക്കുക, 1916 ലക്നൗ സെക്ഷൻ. ഇനി
കുറച്ച് അങ്ങോട്ട് ഒന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങൾ നടക്കുന്ന സമയമാണ്. ഇതിൻ്റെ പ്രസിഡന്റ് AC മജുംദാർ ആണ്. അംബിക ചന്ദ്ര മജുംദാർ എന്ന അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് AC മജുംദാർ. 1916 ലക്നൗ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ AC മജുംദാർ. ഇതിൻ്റെ പ്രത്യേകത എക്സ്ട്രീമിസ്റ്റ് ആൻഡ് മോഡറേറ്റ് വെയർ ജോയിൻഡ്. 1907 സെപ്പറേറ്റ് ആയി പോയ എക്സ്ട്രീമിസ്റ്റുകളും മോഡറേറ്റുകളും വീണ്ടും ജോയിൻ ആകുന്നത് 1916 ലക്നൗ സെക്ഷനാണ്. അതുകൊണ്ട് ഇതും PSCക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു INC സെക്ഷനാണ്. ഇതിൻ്റെ പ്രസിഡന്റിൻ്റെ പേര് ചോദിച്ചിട്ടുണ്ട്, ഇതിൻ്റെ സ്ഥലം നടന്നത് എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഈ ഒരു സാധനം, ഈ ഒരു പോയിന്റ് എടുത്ത് ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചിട്ടുണ്ട്. തീവ്രവാദികളും ദേശീയവാദികളും ഒന്നിച്ച INC സമ്മേളനം ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഉത്തരം 16 ലക്നൗ സമ്മേളനമാണ്. ഓക്കെ, ദ കോൺഗ്രസ് ആൻഡ് മുസ്ലിം ലീഗ് ഡിസൈഡഡ് ടു വർക്ക് ടുഗദർ. മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത ഈ 1916 ലക്നൗ സമ്മേളനത്തിലാണ് കോൺഗ്രസും മുസ്ലിം ലീഗും വർക്ക് ടുഗദർ, ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത് 1916 ലക്നൗ സമ്മേളനത്തിലാണ്. അങ്ങനെ കോൺഗ്രസും മുസ്ലിം ലീഗും ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് അവരൊരു കരാറിൽ ഒപ്പിടുന്നു. ആ കരാറാണ് ലക്നൗ പാക്ട്. 1916 ലക്നൗ സമ്മേളനത്തിൽ വെച്ച് ഒപ്പിടുന്നത് കൊണ്ടാണ് അതിനെ നമ്മൾ ലക്നൗ പാക്ട് എന്ന് പറയുന്നത്. ദ ടു ഗ്രൂപ്പ്സ് ഹെൽഡ് ടു ജോയിൻ കോൺഫറൻസ് ആൻഡ് സൈൻഡ് ദ ലക്നൗ പാക്ട്. ലക്നൗ കരാറിൽ ഒപ്പുവെച്ച വ്യക്തികളാണ് തിലകനും മുഹമ്മദ് അലി ജിന്നയും. ബാലഗംഗാധര തിലകനും മുഹമ്മദ് അലി ജിന്നയുമാണ് ലക്നൗ പാക്ടിൽ ഒപ്പുവയ്ക്കുന്ന വ്യക്തികളെന്ന് പറയുന്നത്. കോൺഗ്രസിൽ നിന്നിട്ട് ബാലഗംഗാധര തിലകനും മുസ്ലിം ലീഗിന് വേണ്ടിയിട്ട് മുഹമ്മദ് അലി ജിന്നയുമാണ് 1916 ലക്നൗ സമ്മേളനത്തിൽ വെച്ചിട്ട് ലക്നൗ പാക്ടിൽ ഒപ്പുവയ്ക്കുന്ന ആളുകളെന്ന് പറയുന്നത്. മനസ്സിലായോ? മറ്റൊരു പ്രധാന പ്രത്യേകത, ഈ സമ്മേളനത്തിൽ വെച്ചിട്ടാണ് മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും ആദ്യമായി കണ്ടുമുട്ടുന്നത്. മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും ആദ്യമായി കണ്ടുമുട്ടുന്നത് 1916 ലക്നൗ സമ്മേളനത്തിൽ വെച്ചിട്ടാണ്. ഓക്കെ അല്ലേ? ഒരിക്കൽ കൂടി നമുക്കൊന്ന് റിപ്പീറ്റ് ചെയ്യാം. 1916 ലക്നൗ സമ്മേളനം. ഇതിൻ്റെ പ്രസിഡൻ്റായിരുന്ന വ്യക്തി AC മജുംദാർ അല്ലെങ്കിൽ അംബിക ചരൺ മജുംദാർ എന്നാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ, ഈ സമ്മേളനത്തിൽ വെച്ചിട്ട് ആരൊക്കെ ഒരുമിച്ചു? ആരൊക്കെ ഒരുമിച്ചു? എക്സ്ട്രീമിസ്റ്റ് ആൻഡ് മോഡറേറ്റ്സ്. ഓക്കെ, ആരൊക്കെ ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു? പറഞ്ഞോ, മുസ്ലിം ലീഗും കോൺഗ്രസും. ഓക്കെ, അതിനുവേണ്ടി അവർ ഏത് കരാറിൽ ഒപ്പിട്ടു? പറഞ്ഞേ, ലക്നൗ പാക്ട്. ലക്നൗ പാക്ടിൽ ഒപ്പിട്ട വ്യക്തികൾ ആരൊക്കെയാണ്? തിലകനും മുഹമ്മദ് അലി ജിന്നയും. ആരൊക്കെ കണ്ടുമുട്ടി? ഗാന്ധിജി, നെഹ്റു. വളരെ എല്ലാവരും ഒരുമിക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ. ഇതാ മോഡറേറ്റുകളും എക്സ്ട്രീമിസ്റ്റുകളും ഒരുമിച്ചു, കോൺഗ്രസും മുസ്ലിം ലീഗും ഒരുമിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു, നെഹ്റുവും ഗാന്ധിജിയും കണ്ടുമുട്ടി, തിലകനും ജിന്നയും കൂടെ ചേർന്നൊരു കരാറിൽ ഒപ്പിട്ടു. ഇതൊക്കെ നടക്കുന്നത് 1916 ലക്നൗ ആണ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു പോയിന്റും മിസ് ചെയ്യരുത്. എല്ലാം പഠിച്ചു വയ്ക്കുക. സ്റ്റേറ്റ്മെൻ്റൊക്കെ ആയിട്ട് ചോദിക്കാൻ പറ്റിയൊരു സെക്ഷനാണത്. ഓക്കെ, അടുത്ത നേരെ 1917 പോകുന്നു. വീണ്ടും 1917 കൊൽക്കത്ത സെക്ഷൻ. പ്രസിഡന്റ് ആനി ബെസന്റ്. അപ്പോൾ ഒരു ഫീച്ചർ നിങ്ങൾക്ക് അറിയാം, ദ ഫസ്റ്റ് വുമൺ ആൻഡ് ഫസ്റ്റ് ഫോറിൻ വുമൺ ടു ബിക്കം ദ പ്രസിഡന്റ് ഓഫ് INC. INCയുടെ പ്രസിഡന്റ് ആകുന്ന ആദ്യ വനിതയും ആദ്യ വിദേശ വനിതയും ആര് തന്നെയാണ്? ആനി ബെസന്റ് തന്നെയാണ്. കൂടുതലൊന്നും പറയുന്നില്ല, നമ്മൾ വിശദമായിട്ടിത് പഠിച്ചതാണ്. ഓക്കെ, അടുത്തത് നോക്കുക. 1918 ഡൽഹി സെക്ഷൻ. 1918 ഡൽഹി സെക്ഷൻ. വീണ്ടും പ്രസിഡന്റായിട്ട് ആര് വരുന്നു? മദൻ മോഹൻ മാളവ്യ വരുന്നു. ഈ സമ്മേളനത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇൻ 1980 ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്പ്ലിറ്റ് അഗെയിൻ ആഫ്റ്റർ 1907. 1907 INC സ്പ്ലിറ്റ് ആകുന്നു. മോഡറേറ്റുകളും എക്സ്ട്രീമിസ്റ്റുകളും എന്ന് പറഞ്ഞ് സ്പ്ലിറ്റ് ആകുന്നു. 16 അവർ ഒന്നിക്കുന്നു. ഈ 1907 ശേഷം അവർ വീണ്ടും സ്പ്ലിറ്റ് ആകുന്നത് 1918 കൊൽക്കത്ത സമ്മേളനത്തിൽ വെച്ചിട്ടാണ്. അതിൻ്റെ പ്രസിഡന്റ് ആയിരുന്ന വ്യക്തിയാണ് മദൻ മോഹൻ മാളവ്യ. ഇവരെന്തിനാണ് സ്പ്ലിറ്റ് ആയത്? ഇവിടെയും നമുക്കൊരു ചെറിയ പണി കിടപ്പുണ്ട്. അതായത് നമ്മളോട് ചോദിക്കും, മിതവാദികളും തീവ്രവാദികളും വിഭജിച്ച കോൺഗ്രസ് സമ്മേളനം താഴെ തന്നിരിക്കുന്നവയിലേത്?
അതിൽ 1907 ഇല്ല ഓപ്ഷനിൽ, 18 കാണും. 18ഉം ശരിയാണ്. 18 അവർ എന്ത് ചെയ്തിട്ടുണ്ട്? സ്പ്ലിറ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സമയത്ത് ഇവിടെ മൊണ്ടേഗു ചെംസ്ഫോർഡ് റിഫോംസ് എന്ന് പറയുന്നത്, മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരങ്ങൾ ഇന്ത്യയിൽ നടപ്പിലാക്കപ്പെടുന്നത് ഏതാണ്ട് ഈ ഒരു കാലഘട്ടത്തിലാണ്. ഈ സമയത്ത് 1918 നമ്മുടെ മോഡറേറ്റുകളും എക്സ്ട്രീമിസ്റ്റുകളും എന്ന 2 വിഭാഗം ഉണ്ടല്ലോ. അതിനകത്ത് മോഡറേറ്റുകളിലെ ഒരു വിഭാഗം, എ സെക്ഷൻ ഓഫ് മോഡറേറ്റ് അക്സെപ്റ്റിംഗ് ദ മൊണ്ടേഗു ചെംസ്ഫോർഡ് റിഫോംസ്. മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരങ്ങൾ ബ്രിട്ടീഷുകാരെ നടപ്പിലാക്കുന്നതാണ്. മൊണ്ടേഗു ചെംസ്ഫോർഡ് 2 ആളുകളാണ്. അവർ കൊണ്ടുവരുന്ന കുറേ ഭരണപരിഷ്കാരങ്ങൾ 1918 സെക്ഷനിൽ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഈ മോഡറേറ്റുകളിലെ ചില ആളുകൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നു, അവരതിനെ സ്വീകരിക്കുന്നു, അത് ശരിയാണെന്ന് വയ്ക്കുന്നു. അതിനെ തുടർന്ന് എന്ത് ചെയ്യുന്നു? വീണ്ടും മോഡറേറ്റുകളും എക്സ്ട്രീമിസ്റ്റുകളും തമ്മിൽ വീണ്ടും പിരിഞ്ഞു പോകുന്നു 1918. കൂടാതെ ഡൽഹി ഹോസ്റ്റഡ് ഇൻ ഫസ്റ്റ് കോൺഗ്രസ് സെക്ഷൻ. 1918 സ്ഥലം ഡൽഹിയാണ്. ആദ്യമായി ഡൽഹി INC സമ്മേളനത്തിന് വേദിയാകുന്നതും 1918 തന്നെയാണ്. ഒക്കെയാണേ. അടുത്തത് നമ്മൾ പഠിക്കുന്നു 1919 അമൃത്സർ. 18 ഓക്കെ അല്ലേ? കുറച്ച് പോയിന്റുകളേ ഉള്ളൂ. രണ്ടാം സ്പ്ലിറ്റ് ആകുന്നു. പ്രസിഡന്റ് മദൻ മോഹൻ മാളവ്യ. സ്പ്ലിറ്റായ കാരണം മൊണ്ടേഗു ചെംസ്ഫോർഡ് റിഫോംസ് മോഡറേറ്റുകൾ അക്സെപ്റ്റ് ചെയ്യുന്നത് കൊണ്ട് ഡൽഹി ആദ്യമായിട്ട് എന്താകുന്നു? വേദിയാകുന്നു. 19 അമൃത്സർ. കുറച്ച് പോയിന്റേ ഉള്ളൂ. പ്രസിഡന്റ് മോത്തിലാൽ നെഹ്റു ആണ്. 19 അമൃത സെക്ഷനിലെ പ്രസിഡന്റ് എന്ന് പറയുന്നത് മോത്തിലാൽ നെഹ്റു ആണ്. എ റെസൊല്യൂഷൻ വാസ് പാസ്ഡ് അഗൈൻസ്റ്റ് ജാലിയൻ വാലാബാഗ്. എളുപ്പമാണ്. 1919 അമൃത്സറിൽ വെച്ചിട്ടാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുന്നത്. അപ്പോൾ അതിനെതിരായിട്ട് എന്ത് ചെയ്യുന്നു? ഒരു പ്രമേയം പാസ്സാക്കപ്പെടുന്നു 1919. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. പ്രസിഡന്റിൻ്റെ പേരും പഠിക്കുക, വർഷം പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ജാലിയൻ വാലാബാഗ് എന്ന് കണക്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾ പഠിച്ച് കാണും, അല്ലെങ്കിൽ ഇനി പഠിക്കും. 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുന്നത് അമൃത്സറിൽ വെച്ചിട്ട്. പഞ്ചാബിലാണ് അമൃത്സർ. അപ്പോൾ 1919 അമൃത്സർ സെക്ഷൻ, അതിൻ്റെ പ്രസിഡന്റ് മോത്തിലാൽ നെഹ്റു ആണ്. എ റെസൊല്യൂഷൻ വാസ് പാസ്ഡ് അഗൈൻസ്റ്റ് ജാലിയൻ വാലാബാഗ്. ജാലിയൻ വാലാബാഗിനെതിരായിട്ട് എന്ത് പാസ്സാകുന്നു? ഒരു പ്രമേയം പാസ്സാക്കപ്പെടുന്നു 1919. അടുത്തത് 1920 നാഗ്പൂർ സെക്ഷൻ. പ്രസിഡന്റിന്റെ പേര് വിജയരാഘവാചാര്യ എന്നാണ്. 1920 നാഗ്പൂർ സെക്ഷന്റെ അധ്യക്ഷനാണ് വിജയരാഘവാചാര്യ. ഇദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പ്രത്യേകത, എ ന്യൂ കോൺസ്റ്റിറ്റ്യൂഷൻ കം ഇൻ ടു എഫക്ട് ഫോർ ദ കോൺഗ്രസ്. കോൺഗ്രസിന് വേണ്ടിയിട്ട് പുതിയൊരു കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നു. അപ്പോൾ കോൺഗ്രസിന് വേണ്ടിയിട്ട് ആദ്യമായിട്ടൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാകുന്നു. ആ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ബേസിൽ എന്നാണ് സമ്മേളനം നടന്നത്? 1908 അതിനുശേഷം 1920 എ ന്യൂ കോൺസ്റ്റിറ്റ്യൂഷൻ കം ഇൻ ടു എഫക്റ്റ് ഫോർ ദ കോൺഗ്രസ്. കോൺഗ്രസിൻ്റെ എഫക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കോൺഗ്രസിന് വേണ്ടിയിട്ട് ഒരു പുതിയ കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നത് 1920 നാഗ്പൂർ സെക്ഷനിലാണ്. ഓക്കെ. അതേപോലെ മറ്റൊരു പ്രത്യേകത, ടു അപ്രൂവ് ദ നോൺ കോർപ്പറേഷൻ മൂവ്മെൻറ്റ്. നിസ്സഹരണ പ്രസ്ഥാനം അംഗീകരിക്കുന്നതും 1920 നാഗ്പൂർ സെക്ഷനിൽ വെച്ചിട്ടാണ്. ഓക്കെ. അപ്പോൾ 1920 വിജയരാഘവാചാര്യ അധ്യക്ഷനായ നാഗ്പൂർ സെക്ഷനിൽ വെച്ചിട്ടാണ് നോൺ കോർപ്പറേഷൻ മൂവ്മെൻറ്റ് അംഗീകരിക്കുന്നത്. നോൺ കോർപ്പറേഷൻ മൂവ്മെൻറ്റ് റെസൊല്യൂഷൻ വാസ് പാസ്ഡ്. അപ്പോൾ എന്ത് ചെയ്യുന്നു? നിസ്സഹകരണ പ്രസ്ഥാനം ബന്ധപ്പെട്ട് ഒരു പ്രമേയം അവിടെ പാസ് ചെയ്യപ്പെടുന്നുണ്ട്. അടുത്ത് നോക്കുക, ഇറ്റ് ഹാസ് ബീൻ ഡിസൈഡ് ടു ഫോം കോൺഗ്രസ് കമ്മിറ്റീസ്. കോൺഗ്രസ് കമ്മിറ്റീസ് ഫോം ചെയ്യാനായിട്ട് ഡിസൈഡ് ചെയ്യുന്നു. കോൺഗ്രസ് കമ്മിറ്റീസ് ഫോം ചെയ്യാൻ വേണ്ടി ഡിസൈഡ് ചെയ്യുന്നു. അറ്റ് ലോക്കൽ ലെവൽ ഓൺ ദ ബേസിസ് ഓഫ് ലാംഗ്വേജ്. ഭാഷാ അടിസ്ഥാനത്തിൽ ലോക്കൽ ലെവൽ എന്ത് നിർദ്ദേശിക്കുന്നു? കോൺഗ്രസ് കമ്മിറ്റീസ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നിർദ്ദേശിക്കുന്നത് 1920 നാഗ്പൂർ സെക്ഷനിലാണ്. കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി ഫോം. അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റികൾ ഉണ്ടായി വരുന്നു. ഓക്കെ, മനസ്സിലായോ? 1920 നാഗ്പൂർ സെക്ഷൻ, പ്രസിഡന്റ് വിജയരാഘവാചാര്യ. അവിടെയാണ് നമുക്ക് കോൺഗ്രസിനൊരു പുതിയ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവരുന്നത്. മുമ്പൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിരുന്നു, അതിനെ പരിഷ്കരിച്ച് പുതിയൊരു കോൺസ്റ്റിറ്റ്യൂഷൻ നിലവരുന്നത് 20.
ഇവിടെ വച്ചിട്ട് നോൺ കോർപ്പറേഷൻ മൂവ്മെന്റ് നിസ്സഹകരണ പ്രസ്ഥാനം അംഗീകരിക്കുകയും അതിന് വേണ്ടിയിട്ടൊരു പ്രമേയം ഒരു റെസൊല്യൂഷൻ പാസ്സാക്കുകയും ചെയ്യുന്നു. കൂടാതെ കോൺഗ്രസ് കമ്മിറ്റീസ് ലോക്കൽ ലെവലിൽ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നിർദ്ദേശിക്കുന്നു. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? ഭാഷാ അടിസ്ഥാനത്തിൽ. അതിൻ്റെ ഫലമായിട്ട് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റീസ് ഫോം ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. ഒക്കെയാണ് വീണ്ടും 1920 കൊൽക്കത്ത സ്പെഷ്യൽ സെക്ഷൻ. 1920 നാഗ്പൂരിൽ വെച്ചിട്ട് INC സമ്മേളനം നടക്കുന്നുണ്ട്. 1920 കൊൽക്കത്തയിൽ വെച്ചിട്ട് INC ഒരു സ്പെഷ്യൽ സെക്ഷനും കൂടുന്നുണ്ട്. ഇത് സ്പെഷ്യൽ സെക്ഷനാണ്. അപ്പോൾ 1920 ശരിക്കും 2 INC സമ്മേളനങ്ങൾ നടക്കുന്നുണ്ട്. ഇത് INC സ്പെഷ്യൽ സെക്ഷനാണ്. ഇതിൻ്റെ പ്രസിഡന്റാണ് ലാലാ ലജ്പത് റായ്. ഓക്കെ, അപ്പോൾ 1920 INC പ്രസിഡന്റ് ആര് എന്ന് ചോദിച്ചാൽ ഉത്തരം ആരാണ്? വിജയരാഘവാചാര്യാണ്. ശരിക്കും 1920 കൊൽക്കത്ത സെക്ഷൻ്റെ സ്പെഷ്യൽ സെക്ഷൻ്റെ അധ്യക്ഷൻ ചോദിച്ചാൽ പറയുക അത് ലാലാ ലജ്പത് റായി ആണ്. ഇത് നാഗ്പൂർ സെക്ഷൻ, ഇത് കൊൽക്കത്ത സെക്ഷൻ. ഓക്കെയാണ്. ഇനി 1920 INC സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരെന്ന് തന്നിട്ടുണ്ട്. വിജയരാഘവാചാര്യ ഇല്ല, ലാലാ ലജ്പത് റായി മാത്രമേ ഉള്ളെങ്കിൽ അത് എഴുതുക. രണ്ടും തന്നിട്ടുണ്ടെങ്കിൽ വിജയരാഘവാചാര്യാണ് ശരി ഉത്തരം. സ്പെഷ്യൽ സെക്ഷൻ എന്ന് എടുത്തു തന്നിട്ടുണ്ടെങ്കിൽ ലാലാ ലജ്പത് റായി ആണ് ശരി ഉത്തരം. ഓക്കെ, ഇവിടെ സംഭവിക്കുന്നത് സപ്പോർട്ട് ഫോർ ദ നോൺ കോർപ്പറേഷൻ മൂവ്മെന്റ് വാസ് ഡിക്ലെയർഡ് ആൻഡ് റെസൊല്യൂഷൻ വാസ് പാസ്ഡ്. നോൺ കോർപ്പറേഷൻ മൂവ്മെന്റ് നിസ്സഹകരണ പ്രസ്ഥാനത്തെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ തീരുമാനിക്കുകയും അതിന് വേണ്ടിയിട്ട് പ്രമേയം പാസ്സാക്കുകയും ചെയ്യപ്പെടുന്നുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ഇവിടെ പറഞ്ഞതിൻ്റെ ഒരു അടുത്ത സ്റ്റെപ്പായിട്ട് ഇവിടെ നമ്മൾ നോൺ കോർപ്പറേഷൻ മൂവ്മെന്റ് അപ്രൂവ് ചെയ്തിട്ട് അപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റെസൊല്യൂഷൻ പാസ് ചെയ്തു. ഇവിടെയാണെങ്കിലോ അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡിക്ലെയർ ചെയ്യുകയും അതിന് വേണ്ടി റെസൊല്യൂഷൻ പാസ്സാക്കുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ സപ്പോർട്ട് ഫോർ ദ നോൺ കോർപ്പറേഷൻ മൂവ്മെന്റ് ആൻഡ് വാസ് ഡിക്ലെയർ ആൻഡ് റെസൊല്യൂഷൻ വാസ് പാസ്ഡ്. സപ്പോർട്ട് ഫോർ ദ നോൺ കോർപ്പറേഷൻ മൂവ്മെന്റ് വാസ് ഡിക്ലെയർ. നോൺ കോർപ്പറേഷൻ മൂവ്മെന്റിന് വേണ്ടിയിട്ട് ഉള്ള സപ്പോർട്ട് ഡിക്ലെയർ ചെയ്യുന്നു 1920 കൊൽക്കത്ത സ്പെഷ്യൽ സെക്ഷനിൽ. അതിൻ്റെ പ്രസിഡന്റ് ലാലാ ലജ്പത് റായി. അങ്ങനെ നോൺ കോർപ്പറേഷൻ മൂവ്മെന്റിനെ സപ്പോർട്ട് ചെയ്യുകയും അതിനു വേണ്ടി ഒരു റെസൊല്യൂഷൻ പാസ് ചെയ്യുകയും അതാണ് 1920 കൊൽക്കത്ത സെക്ഷൻ. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് 1885 മുതൽ 1920 വരെയുള്ള INC സമ്മേളനങ്ങൾ, ആ സമ്മേളനങ്ങളുടെ പ്രത്യേകതകൾ, അതിൽ പ്രസിഡന്റായ ആളുകൾ, സ്ഥലങ്ങൾ, അതുപോലെ മറ്റു പ്രധാനപ്പെട്ട സംഭവങ്ങൾ തുടങ്ങിയ കാര്യങ്ങളാണ്. ഇതിൻ്റെ ബാക്കിയുമായിട്ട് നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരെ ഏവർക്കും നന്ദി.